ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ പലവിധ പേടികളാണ് കോൺഗ്രസിനെ പിടികൂടിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി തന്നെ ഉണ്ടാകുമോ എന്ന പേടി, ഇന്ന് പാർട്ടിക്കൊപ്പമുള്ളവർ നാളെ കൂടെ ഉണ്ടാകുമോ എന്ന പേടി, അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാനുള്ള പേടി, ED ആരെ പിടികൂടുമെന്ന പേടി, അങ്ങനെ പലവിധ പേടികൾ കോൺഗ്രസിനെ പിടികൂടുമ്പോൾ പേടിപ്പിക്കലിൻ്റെ രാഷ്ട്രീയമാണ് BJP പയറ്റുന്നത്. ED എന്നാൽ BJPയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് എന്ന് വിശ്വസിക്കാൻ ഉതകുന്ന വിധത്തിൽ ആ ഏജൻസിയെ BJP പരുവപ്പെടുത്തി കഴിഞ്ഞു. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ED ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും വഴങ്ങാത്തവരെ തുറുങ്കിലടച്ചും വഴങ്ങുന്നവരെ BJPയിലേക്ക് എടുത്തും പയറ്റുന്ന ഒരു പേടിപ്പെടുത്തൽ രാഷ്ട്രീയം. ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ പറത്തിയും രാഷ്ട്രീയ നൈതികത തട്ടിൻപുറത്താക്കിയും BJP തുടരുന്ന അപകടകരമായ രാഷ്ട്രീയവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു കോൺഗ്രസിന്റെ പേടിയും BJPയുടെ പേടിപ്പെടുത്തലും. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ, BJP നേതാവ് പ്രിൻഡു മഹാദേവൻ എന്നിവരാണ്. ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പത്രങ്ങളിൽ കണ്ട രസകരമായ ഒരു വാർത്തയാണ്. കോൺഗ്രസിലെ മുതിർന്ന ചില നേതാക്കൾ, പീതാംബരക്കുറുപ്പ്, പന്തളം സുധാകരൻ, ശൂരനാട് രാജശേഖരൻ അടക്കമുള്ളവർ പത്രത്തിലൂടെ പറയുകയാണ്, ഞങ്ങൾ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ്, BJPയിലേക്ക് പോകുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പത്രവാർത്ത. അതേസമയം തന്നെയാണ് ഇന്ന് കോൺഗ്രസിൻ്റെ 6ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുകയും ചെയ്തത്. അമേഠിയിലും റായ്ബറേലിയിലും ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു കാര്യവും കോൺഗ്രസ് വെളിപ്പെടുത്തിയിട്ടുമില്ല. ഈ വിഷയമാണ് ഇന്ന് ആദ്യമായി സേനാപതി വേണു കോൺഗ്രസ് നേതാവിനോട് ചോദിക്കാനുള്ളത്. ശ്രീ സേനാപതി വേണു, കോൺഗ്രസ് വല്ലാത്ത ഒരു പേടി അനുഭവപ്പെടുന്നു, കോൺഗ്രസിന് വല്ലാത്ത പേടി അനുഭവപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനം തന്നെയാണ് ഇന്ന് ഈ പത്രവാർത്തയിലൂടെ നമ്മൾ കണ്ട കോൺഗ്രസ് നേതാക്കളുടെ ആ പറച്ചിൽ, ഞങ്ങൾ BJPയിലേക്ക് പോകുന്നവരല്ല. അത് കേരളത്തിലാണ്. ഉത്തരേന്ത്യയിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശിലെ 6 വിമത MLAമാർ BJPയിലേക്ക് ചേർന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൽ കോൺഗ്രസിലെ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു, അമേഠിയിൽ റായ്ബറേലിയിൽ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. കോൺഗ്രസ് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് അല്ലേ? അല്ല, ഞങ്ങളുടെ പ്രതിസന്ധി അവിടെ നിൽക്കട്ടെ സിജൂസേ. ഇപ്പോൾ ശൂരനാട് രാജശേഖരനും പന്തളം സുധാകരനും ഒക്കെ പറയുന്നു, ഞങ്ങളുടെ നാട്ടിൽ 3 വട്ടം CPMന്റെ MLA ആയിരുന്ന രാജേന്ദ്രനും ഇത് തന്നെയാണ് പറയുന്നത്, ഞാൻ BJPയിലേക്ക് പോകുകയില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് ആണയിട്ട് പറയുന്നു. അതിന്റെ കാര്യം എന്താ? അപ്പൊ അതല്ല ശ്രീ സേനാപതി വേണു, നിങ്ങൾ ഇവിടെ ചോദിച്ച ഒരു വിഷയമുണ്ട്. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് റായ്ബറേലിയിലും അമേഠിയിൽ 3 ലക്ഷം, അതായത് 4 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം നേടിയ രാഹുൽ ഗാന്ധി 2014 അദ്ദേഹം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ അമേഠിയിലും മത്സരിച്ചു, വയനാട്ടിലും മത്സരിച്ചു. അമേഠിയിൽ അമ്പേ പരാജയപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ സുരക്ഷിത സ്ഥാനമായി വയനാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അമേഠി എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഇല്ല. കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായിരുന്ന അമേഠിയിൽ ഇതാ ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നു എന്ന് പറയാൻ കഴിയാത്ത തരത്തിലേക്ക് നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവ്, നിങ്ങൾ വല്ലാതെ പേടിപ്പെടുന്നുണ്ട്. അതാണ് ചോദിക്കുന്നത്. അല്ല, ഞങ്ങൾ ഒരു പേടിയിലുമല്ല, ഞങ്ങൾക്ക് അതിനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയുടെ ഭാഗം ഞങ്ങളിപ്പോൾ 190 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ 400 സീറ്റ് നേടും എന്ന് അവകാശപ്പെടുന്ന 370 ഫിക്സ് ചെയ്തിരിക്കുന്ന BJP പോലും സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ കൊടുക്കേണ്ട സമയം ഇനിയുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയുടെ ഭാഗമായി ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ആര് റായ്ബറേലിയിൽ മത്സരിക്കും, ആര് അമേഠിയിൽ മത്സരിക്കും, ആര് മേദക്കിൽ മത്സരിക്കും, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അതിന്റെ സമയത്ത് അത് അനൗൺസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും
അനുഭവമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഭയപ്പെട്ടോ അല്ലെങ്കിൽ പേടിപ്പെടുത്തേണ്ട രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നവരല്ലോ. ഭയം ആർക്കാണ് എന്നുള്ളത് അത് കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം. അതാണല്ലോ ചിലർ വന്ന് വെല്ലുവിളിക്കുന്നത്. ആരുടെ ഓഫീസിലാണ് കള്ളക്കടത്ത് നടന്നിരിക്കുന്നത്, ആരാണ് സ്വർണം കടത്തിയിരിക്കുന്നത് ഞങ്ങൾക്കറിയാമെന്ന് ചിലരെ ഈ സ്വർണ്ണക്കടത്തൊക്കെ കഴിഞ്ഞ തവണയും ചർച്ച ചെയ്തതല്ലേ ശ്രീ സേനാപതി വേണു? സ്വർണ്ണക്കടത്ത് ആര് കടത്തി, എന്താണ് വിഷയം എന്നൊക്കെ ചർച്ച ചെയ്ത് അത് കേരളം ചർച്ച ചെയ്യുകയും ചെയ്തു, അതിന് വിധി എഴുതുകയും ചെയ്തു. ഇവിടെ ഉയരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഈ ചർച്ച നമ്മൾ നടത്തുമ്പോൾ വളരെ പ്രസക്തമായ വേറൊരു വിഷയമുണ്ട്. കാസർഗോഡ് പൈവളിക പഞ്ചായത്തിൽ നിങ്ങളുടെ ഒപ്പം നിന്ന മുന്നണിയുടെ പ്രശ്നമാണ് പറയുന്നത്. നിങ്ങളുടെ നേതാവ് കോൺഗ്രസിനോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ ഒപ്പം വോട്ട് വാങ്ങാൻ പോയ ഒരു കോൺഗ്രസ് നേതാവാണ് BJPക്ക് വേണ്ടി വോട്ട് ചെയ്ത് അവിടെ അവിശ്വാസത്തിലൂടെ LDFനെ പുറത്താക്കുകയും ചെയ്ത്. ഈ വിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇതാണ് വലിയ പ്രശ്നം. നിങ്ങളുടെ മുന്നണിയിലെ നേതാവായ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യമുണ്ട്. ഈ കോൺഗ്രസ് തുടരുന്ന മൃദു ഹിന്ദുത്വ സമീപനം വല്ലാതെ പ്രശ്നമാണ്. അത് ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിലടക്കം പല വേദിയിലും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു വിശ്വാസക്കുറവ് എന്തായാലും സേനാപതിയാണ് അവിടെ നിൽക്കുക. ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ ചേരുകയാണ്. പ്രകാശൻ മാസ്റ്റർ, അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ വല്ലാത്തൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യത്ത് കോൺഗ്രസ് പറയുന്ന പാർട്ടി വല്ലാതെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് കോൺഗ്രസ് 421 സീറ്റുകളിൽ മത്സരിച്ചു, ജയിച്ചത് 52 സീറ്റിൽ മാത്രം. ഇത്തവണ 255 സീറ്റിൽ, അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ചില സീറ്റുകൾ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് ശരിയുമായിരിക്കാം. പക്ഷേ ഇവിടെ യാഥാർത്ഥ്യം രാഷ്ട്രീയ അസ്തിത്വം, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇനി ഉണ്ടാകുമോ? ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും അടക്കം, അവിടെ സ്ഥാനാർത്ഥികൾ തോറ്റാലും ജയിച്ചാലും അടക്കം ഈ പാർട്ടി ഉണ്ടാകുമെന്നുള്ള വല്ലാത്തൊരു തത്രപ്പാടിൽ, വല്ലാത്ത അസ്തിത്വ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അവരിപ്പോഴും ആത്മവിശ്വാസത്തോടെ പറയുകയാണ് ഞങ്ങൾക്ക് പേടിയില്ല എന്നുള്ളത്. പക്ഷേ രാജ്യത്ത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, BJP അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഈ കോൺഗ്രസ് ഇങ്ങനെ BJPയിലെ പോകുന്ന പാർട്ടി ആകരുത് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവർ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾക്കൊരു പേടിയുമില്ല എന്ന് പറഞ്ഞു. താങ്കൾക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയുന്നുണ്ട് ഈ കോൺഗ്രസിൻ്റെ നിലപാടിനെ കുറിച്ച്, പ്രകാശൻ മാസ്റ്റർ? BJPക്കെതിരായി ഇന്ന് രാജ്യത്തുടനീളം ഉള്ളൊരു പാർട്ടി കോൺഗ്രസ്സാണ്. അവരാണ് മുഖ്യ പ്രതിപക്ഷ കക്ഷി. പക്ഷേ എന്താണ് ആ കക്ഷിയുടെ ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് യഥാർത്ഥത്തിൽ അവരെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകളെല്ലാം ഉത്കണ്ഠപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ചില വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലുള്ള 13 മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ, അവരിന്ന് BJP നേതാക്കന്മാരാണ്. 3 PCC അധ്യക്ഷന്മാർ ഇന്ന് BJPയുടെ നേതാക്കന്മാരാണ്. 200-ലേറെ MLA-മാരും MP-മാരും BJPയിലേക്ക് പോയിരിക്കുന്നു. രാജ്യത്തിനകത്തുള്ള BJP നേതാക്കന്മാരുടെ ഏതാണ്ട് 50% പഴയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. BJPയിലേക്ക് എത്രയെത്ര കോൺഗ്രസ് നേതാക്കന്മാർ പോകുന്നു എന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് ജനങ്ങൾക്ക് വിശ്വാസത്തോടെ ഈ പാർട്ടിയെ നോക്കാനാവുക എന്നുള്ളത് കേരളത്തിൽ പോലും ഏറ്റവും ഗൗരവമായിട്ട് വിഷയമായിട്ട് വന്നിരിക്കുന്നല്ലോ. ഇവിടെ കേരളത്തിലെ എക്കാലത്തെയും വലിയ കോൺഗ്രസ് നേതാവായിട്ടുള്ള കരുണാകരൻ്റെ മകൾ, ഈ കേരളത്തിൽ നിന്ന് അഖിലേന്ത്യാലത്ത് വന്ന ഏറ്റവും വലിയ നേതാവായിട്ടുള്ള ആൻ്റണിയുടെ മകൻ ഉൾപ്പെടെയുള്ള നിരവധി പേരാണല്ലോ ഈ പറഞ്ഞ് BJPയിലേക്ക് പോയത്. ഈ കഴിഞ്ഞൊരൊറ്റ മാസക്കാലം 32-ലേറെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ BJPയിലേക്ക് പോയിരിക്കുന്നു. ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ കാലത്ത് ഏറ്റവും വലിയ വിശ്വാസ തകർച്ച നേരിട്ടൊരു പാർട്ടിയായിട്ട് BJP നിൽക്കുന്നു. എന്നാൽ അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ BJP നേരിട്ട ഏറ്റവും വലിയ ദുരന്തം എന്താ? അത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടികൾ അവർ ED ഉപയോഗിച്ച് CBI ഉപയോഗിച്ചൊക്കെ തന്നെ ആളുകളെ ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ. നിരവധി വ്യക്തികളിൽ നിന്ന്, നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് അതിനെ ഏറ്റവും ശക്തമായി ചെറുക്കാൻ വേണ്ടി കഴിയേണ്ട ഒരു പാർട്ടിയാണല്ലോ പ്രതിപക്ഷ കക്ഷി എന്നുള്ളതൊക്കെ കോൺഗ്രസ്. പക്ഷെ എന്താ കോൺഗ്രസിൻ്റെ അവസ്ഥ? അവർക്ക് BJPയുടെ അത്രത്തോളം ഇല്ലെങ്കിലും അവർക്കും ഇതുപോലെ തന്നെ വലിയ നിലക്കുള്ള കൈക്കൂലി കിട്ടിയിരിക്കുന്നു ഈ പറയുന്ന ബോണ്ടിനകത്ത്. അപ്പോൾ ആ കാര്യത്തിലും BJPയിൽ നിന്ന് വ്യത്യസ്തമാണ് തങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി കഴിയാത്ത ഒരവസ്ഥയിലാണല്ലോ യഥാർത്ഥത്തിൽ കോൺഗ്രസ്. അത് പറഞ്ഞപ്പോഴാണ് ഈ DLF ഇടപാടിൽ റോബർട്ട് വാദ്ര, അതായത് രാഹുൽ ഗാന്ധിയുടെ അളിയൻ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര 170 കോടി, റോബർട്ട് വാദ്രയെ രക്ഷിക്കാൻ വേണ്ടി 170 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ടായിട്ട് നൽകിയ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അവിടെയാണ് ആ റോബർട്ട് വാദ്രയുടെ പ്രിയങ്ക ഗാന്ധിയുടെ സഹോദരൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്തേക്കാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ മത്സരിക്കുകയാണ്. അതായത് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തവർ വാങ്ങിയവർ എല്ലാം കൂടി തന്നെ മത്സരിക്കുന്ന ഒരു സാഹചര്യം വയനാട്ടിലൂടെ കാണുകയാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അദ്ദേഹം, അതോടൊപ്പം തന്നെ റോബർട്ട് വാദ്ര എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, ഇവരെല്ലാം ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്ത ആൾക്കാരാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്, ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത ആളുകളെ കാണുന്നുണ്ട്. ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പേരിൽ അവർ നേരത്തെ പ്രകാശൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയ പ്രശ്നമുണ്ട്. ഇലക്ട്രൽ ബോണ്ടിനെതിരെ ഇവർക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും?
ഇവർ വാങ്ങിയില്ലേ? ഇന്നലെ തന്നെ വി ഡി സതീശൻ പറഞ്ഞത് സാന്റിയാഗോ മാർട്ടിനെതിരെ കഴിഞ്ഞ നാളുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സമരം നടത്തിയ ആളാണ്. സാന്റിയാഗോ മാർട്ടിൻ LDF സർക്കാരുമായി ചേർന്ന് എന്തൊക്കെ നടത്തിയെന്ന് പറഞ്ഞ വി ഡി സതീശൻ ഇന്നലെ നിലപാട് മാറ്റിയിരിക്കുകയാണ്. സാന്റിയാഗോ മാർട്ടിനെതിരെയല്ല ഞങ്ങളെ സമരം, ഞങ്ങൾ ലോട്ടറി മാഫിയക്കെതിരെയാണെന്ന്. സാന്റിയാഗോ മാർട്ടിൻ്റെ പണം മേടിച്ചു, അതിനെതിരെ ഒന്നും പറയാൻ കഴിയില്ല. ജനങ്ങൾ ചോദിക്കുമ്പോൾ കണ്ണിൽ പൊടിയുന്ന തരത്തിൽ ഇത്രയൊക്കെ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ് കോൺഗ്രസ്. അതാണ് അത്തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ നിലവാരം എത്തിച്ചേർന്നിരിക്കുന്നതാണ്. അതുകൂടി പരിശോധിക്കപ്പെടണമല്ലേ പ്രകാശ് മാസ്റ്റർ? ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്ന വാർത്ത, ഈ കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിൽ സാന്റിയാഗോ മാർട്ടിൻ കോൺഗ്രസിന് 50 കോടി രൂപ നൽകി എന്നുള്ളതാണ് ഇന്നലെ വന്നിരിക്കുന്ന വാർത്ത. എന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ റോബർട്ട് വാദ്രയെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിയങ്ക, അവരും ഈ പറയുന്ന ഭൂമി ഇടപാട് കേസിനകത്ത് അവർ കൂടി 5 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. 45 ഏക്കർ വാദ്രയും 5 ഏക്കർ 2006-08 പ്രിയങ്കയുമാണ് വാങ്ങിയത് എന്നുള്ളതിന് വിവരം പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതിൽ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് HL പഹുവ മുഖേന പ്രിയങ്കയും കൂടി ഇതിൽ ഭൂമി വാങ്ങിയിരിക്കുന്നു. എന്നാൽ പ്രിയങ്ക ആ കേസിലെ പ്രതിയായി വന്നിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ വധര മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി കൂടി ആ കേസിനകത്ത് വരേണ്ടതാണ്. അവർ വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ 170 കോടി രൂപയുടെ BJPയുടെ കൈക്കൂലി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ ഈ DLF ഇലക്ട്രൽ ബോണ്ടിയുടെ 170 കോടിയാണ് BJP കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വാദ്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ തന്നെ മാർക്കറ്റ് വിലയിൽ വളരെ കുറഞ്ഞ വിലക്ക് സ്ഥലം വാങ്ങിച്ചിട്ട് അവ മറിച്ചു വിൽക്കുന്നു എന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ നേരത്തെ BJPക്ക് ഉന്നയിച്ചതാണ്. ഇപ്പോഴത്തെ കാര്യം അവർ ഉന്നയിക്കുന്നില്ല. അപ്പോൾ ഇവരെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് നല്ലതുപോലെ വെളിവാക്കുന്ന ഒരു രൂപത്തിലാണല്ലോ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസിനെ BJP എതിർക്കാൻ വേണ്ടി കഴിയുക? BJP കാണിക്കുന്ന അന്യായങ്ങളെല്ലാം അതേ നിലക്ക് ആവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് നിൽക്കുകയാണല്ലോ. അവർക്കിപ്പോൾ പ്രിയങ്കയെ തള്ളിപ്പറയാൻ വേണ്ടി കഴിയോ? വാദ്രയെ തള്ളിപ്പറയാൻ വേണ്ടി കഴിയോ? അപ്പോൾ അതിഗുരുതരമായൊരു നിലക്കാണ് കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, അമേഠി എന്ന് പറയുന്നത് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നേരത്തെ സോണിയാഗാന്ധിയുടെ മണ്ഡലമാണ്. അവിടെ വലിയ നിലക്ക് 3 തവണ വിജയിച്ചിരിക്കുന്ന ആളാണല്ലോ നമ്മുടെ നിലവിലുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി. അദ്ദേഹം 2014 തെരഞ്ഞെടുപ്പിൽ ലക്ഷങ്ങൾക്ക് ജയിച്ച ആളാണ്. അത് 2019 അദ്ദേഹം സ്മൃതി ഇറാനിയോട് തോറ്റു. സ്മൃതി ഇറാനി ആവട്ടെ ഇപ്പോൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്, മത്സരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വരിക എന്ന്. ഇവിടെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസിൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള അമേഠിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഉൾപ്പെടെ മത്സരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ധൈര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു. അവർക്ക് BJP മാത്രമല്ല പേടി, അവർക്ക് ED പേടിയാണ്, അവർക്ക് CBI പേടിയാണ്, ഈ കൈക്കൂലി വാങ്ങിച്ചതിലൂടെ ജനങ്ങളെ പേടിയാണ്. ഈ നിലക്ക് ഇതുപോലെ വിശ്വാസ തകർച്ച കോൺഗ്രസ് നേരിട്ട മറ്റൊരു കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ വലിയ നിലക്ക് പരാജയപ്പെട്ടു. ആ കാലത്ത് പോലും ഉണ്ടാവാത്ത രൂപത്തിലുള്ള വലിയ നിലക്കുള്ള ഭയത്തിലാണ്, വലിയ നിലക്കുള്ള ജനങ്ങളുടെ ആക്ഷേപങ്ങൾക്ക് വിധേയമാകുന്ന ഒരു നിലക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോഴും നിൽക്കുന്നത്. ഹാ കഷ്ടം എന്ന് അവരുടെ അനുകൂലികൾ പോലും കോൺഗ്രസിനെ കുറിച്ച് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യക്കകത്ത് അവർക്കുള്ളത് എന്നാണ് ഈ കൂടിച്ചേരുന്നുണ്ട്. ശ്രീ M. ജയചന്ദ്രൻ, ഇവിടെ ഒരു ഘട്ടത്തിൽ ഒരു സ്ഥലത്ത് സംഘപരിവാർ ഉയർത്തുന്ന വല്ലാത്ത രാഷ്ട്രീയം, ഈ രാജ്യത്തെ വർഗീയമായി വിഭജിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത എന്ന് പറയുന്ന മഹത്തായ ആശയത്തെ ഇല്ലാതാക്കിക്കൊണ്ട് തേരോട്ടം നടത്തുന്ന സംഘപരിവാർ രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ മൃദുഹിന്ദുത്വ സമീപനമായി തുടരുന്ന കോൺഗ്രസിൻ്റെ നിലപാട്. ഇവിടെ കോൺഗ്രസ് ഒരേ സമയം നേരത്തെ പ്രകാശൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇത് 2 അല്ല 1 എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. മൃദുഹിന്ദുത്വ സമീപനം, ഹിന്ദുത്വ സമീപനത്തിൽ എടുക്കുന്ന ഒരേ നിലപാടുകൾ, ഇലക്ട്രൽ ബോണ്ടിൻ്റെ പേരിൽ പണം വാങ്ങുന്നതിൽ ഒരേ നിലപാടുകൾ. പക്ഷേ അധികാരത്തിൽ BJP ഇരിക്കുന്നത് കൊണ്ട് അല്പം കൂടി പേടിപ്പിച്ചുകൊണ്ട്, EDയെ കൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇനിയുള്ള വരാനിരിക്കുന്ന ആൾക്കാരെ കൂടി BJP ആക്കി മാറ്റാനെടുക്കുന്ന നിലപാടുകൾ വല്ലാത്തൊരു പ്രതിസന്ധി കോൺഗ്രസിന് നേരിടുന്നുണ്ട്. ഇത് കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ ഉണ്ടായതുപോലെ ഒരു തീരുമാനം, കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അറിയാം, കൃത്യമായൊരു രാഷ്ട്രീയ വോട്ടിംഗാണ് കേരളത്തിൽ നടന്നത്. BJP ഒരു തരത്തിലും അധികാരത്തിൽ വരരുതെന്ന് കരുതിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തു. കോൺഗ്രസിനോട് താല്പര്യമല്ല, BJP വരരുത് എന്നുള്ള അർത്ഥത്തിൽ വോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ വല്ലാത്ത ഒരു വിശ്വാസം കോൺഗ്രസിൽ കഴിഞ്ഞ തവണ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ എന്ത് വിശ്വസിച്ചാകണം ഇത്തവണ കോൺഗ്രസിനൊപ്പം കേരളത്തിലെ ജനങ്ങൾ, രാജ്യത്തെ ജനങ്ങൾ നിൽക്കേണ്ടത്? ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്ന ഈ പാർട്ടിയാണോ, മൃദുഹിന്ദുത്വ സമീപനം തുടരുന്ന ഈ പാർട്ടിയാണോ പിന്തുണയ്ക്കേണ്ടത്? കോൺഗ്രസിന് എന്ത് വിശ്വാസം എടുക്കേണ്ടതുണ്ട്? ഈ പേടിപ്പെടുത്തലിന് കീഴടങ്ങേണ്ടി വരുന്ന അവരുടെ നിലപാടുകൾ എങ്ങനെയായി തീർന്നതെന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? എങ്ങനെ പേടിപ്പെടുത്തലിന് കീഴ്പ്പെടേണ്ടി വരുന്നു എന്നുള്ള പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുക തന്നെയില്ലേ? തീർച്ചയായിട്ടും സിജു, ഞാൻ ഇന്നലെ ഞായറാഴ്ച കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവുമായും, അദ്ദേഹം ഐ ഗ്രൂപ്പുകാരനാണ് കേട്ടോ,
അദ്ദേഹവുമായി പിന്നെ സംസാരിക്കുകയുണ്ടായി. ഇതേ വിഷയം തന്നെ താങ്കൾ ചോദിച്ച അതേ സബ്ജക്റ്റ് തന്നെയാണ് സംസാരിച്ചത്. അത് പക്ഷേ അവരുടെ ടോൺ അദ്ദേഹത്തിൻ്റെ ചോദ്യം വേറെ രൂപത്തിലായിരുന്നു എന്ന് മാത്രം. അദ്ദേഹം ചോദിച്ചത് ഇതാണ്, എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ പല ചാനലുകളിലും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ജയചന്ദ്ര, പിന്നെ ഈ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 2019-24 തമ്മിലുള്ള താരതമ്യമൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇപ്പോൾ അന്ന് നിങ്ങൾ പറഞ്ഞു 2019 കോൺഗ്രസ് ക്ലീൻ സ്വീപ്പ് ചെയ്തത് ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും ഒരുപോലെ കോൺഗ്രസിനെ പിന്തുണച്ചത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പിന്നെ അങ്ങ് ദേശീയ തലത്തിറങ്ങാൻ സംഭവിച്ചില്ല, കേരളത്തിറങ്ങാൻ സംഭവിച്ചു. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന ആപത്ത് 2019 വളരെ തീവ്രമായിട്ട് ഇപ്പോഴാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അതിനേക്കാളും ശക്തമായി കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല നിങ്ങൾ ഉൾപ്പെടെയുള്ളവരൊക്കെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ചോദിച്ചാൽ പിന്നെ വളരെ യഥാർത്ഥം എന്ന് തോന്നുന്ന നിലപാടാണല്ലോ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലൂടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ സാറേ, നിങ്ങൾ ഈ പറയുമ്പോൾ ഈ 5 വർഷം കൊണ്ട് എന്താണ് കോൺഗ്രസ് എന്നുള്ളത് ഇന്ത്യയിൽ നേരത്തെ ജനങ്ങൾ അറിഞ്ഞു, അതാണ് നിങ്ങൾ തിരസ്കരിച്ചത്. കേരളത്തിലെ ജനങ്ങൾ 5 വർഷം കൊണ്ട് ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായം ഈ എന്താണ് കോൺഗ്രസിൻ്റെ സ്റ്റഫ്, പിന്നെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ള നിലപാട് എന്നുള്ളത് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായം ഒരുപോലെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങളുടെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ചെയ്യുന്ന എന്താണ് ക്രൂക്കട്ട്നെസ് ചെയ്യുന്നത്, പിന്നെ LDF സർക്കാരിനെ ആക്രമിക്കുക, നിരന്തരം BJPയുമായിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് പ്രചരിപ്പിക്കുക, ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അതൊക്കെ ഇലക്ഷൻ ഇയറിംഗ് അല്ലേ, പലതും സംഭവിക്കും. പക്ഷേ ഞാൻ ഈ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഞാൻ വീണ്ടും പറഞ്ഞു, ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ സ്വയം വരുത്തിവെച്ച കാര്യങ്ങൾ തന്നെയാണത്. ഇവിടുത്തെ പിന്നെ ഏത് സമുദായമാണ്, ഭൂരിപക്ഷമാകട്ടെ ന്യൂനപക്ഷമാകട്ടെ, ഏത് സമുദായമാണ് കോൺഗ്രസിനെ ദേശീയ പ്രശ്നങ്ങളിൽ ദേശീയ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ പ്രാപ്തി നിങ്ങൾക്കുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു നേതാവിൻ്റെയെങ്കിലും പ്രസ്താവന? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന നിൽക്കുന്ന വിഷയമാണല്ലോ CAA. അതിനു മുമ്പ് മണിപ്പൂർ വിഷയം വന്നു, NRCയുടെ വിഷയമുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ പലസ്തീൻ അധിനിവേശം അടക്കമുള്ള പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. എന്താണ് ദേശീയ തലത്തിൽ നിലപാട്? എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇലക്ട്രൽ ബോർഡിൻ്റെ കാര്യത്തിൽ എന്താണ് നിലപാടെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി ചോദിക്കുന്ന അവസ്ഥയുണ്ടല്ലോ. അത് ഇന്നാണ് അദ്ദേഹം വീണ്ടും ചോദിച്ചത്, ഇന്നലെ ഞാൻ അല്ലെങ്കിൽ അങ്ങനെയാണ് പറയാൻ. കഴിഞ്ഞ 3 ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് പൗരത്വ റാലി, സംരക്ഷണ റാലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനും ഏകദേശം 2 ദിവസം മുമ്പാണ് ദേശീയ മാധ്യമങ്ങൾ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് CAA നിലപാടിനെ കുറിച്ച് ചോദിച്ചത്. അപ്പോൾ ആ വേദിയിൽ ഉണ്ടായിരുന്നത് KC വേണുഗോപാലും ഉണ്ടായിരുന്നു. CAA നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ നാളെ മറുപടി പറയാമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. അതിനോടൊപ്പം മാധ്യമപ്രവർത്തകരെ ഇരുത്തി ചോദിച്ച് ചിരിച്ചത് KC വേണുഗോപാലുമാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം CAA തന്നെയാണ്. അത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, രാജ്യത്തെ ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ വല്ലാതെ ആശങ്കപ്പെടുന്ന വിഷയമാണ് CAA എന്ന് പറയുന്നത്. അതിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? CAAയുടെ വിഷയത്തിൽ, ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ എന്തായിരുന്നു നിലപാട്? പലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു? താങ്കൾ ചോദിച്ച ആ കോൺഗ്രസ് നേതാവിനോട് ചോദിച്ച ചോദ്യമാണ് രാജ്യത്തെ കോൺഗ്രസിനോട് ഇന്ന് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലുള്ളവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ മറുപടി പറയാനില്ല. മറുപടി ഒരു ചിരിയാണ്, നാളെ പഠിച്ചിട്ട് പറയാം. പൗരത്വ വിഷയമാണ്. വിഷയം ഈ രാജ്യത്തെ ജനത്തെ സംബന്ധിച്ചാണ്. മതനിരപേക്ഷത എന്ന് പറഞ്ഞ അടിസ്ഥാന സ്വഭാവം ഇല്ലാതാക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തോടെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ പഠിച്ചിട്ട് പറയാം, നാളെ പറയാമെന്ന് പറയുന്ന കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കുമെന്നുള്ളതാണ്. ശ്രീ ജയചന്ദ്രൻ തുടങ്ങിയപ്പോൾ BJP നേതാവ് പ്രിൻറ്റു മഹാദേവൻ കൂടി നമ്മോടൊപ്പം ചേർന്നു. പ്രിൻറ്റു മഹാദേവൻ, താങ്കൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിരി വരുന്നുണ്ടാകും. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലാണല്ലോ താങ്കളുടെ പാർട്ടിയുടെ നിക്ഷേപം കിടക്കുന്നത്. ഇന്നത്തെ കോൺഗ്രസ്സുകാർ, ഇന്ന് സംസാരിക്കുന്നവർ നാളെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം താങ്കൾക്കുണ്ട്, ആത്മവിശ്വാസവും ആ ചിരിയും താങ്കൾക്ക് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങൾ തുടരുന്ന അപകടകരമായ രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ രാഷ്ട്രീയമാണോ കാണിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം കൂടി ഉയരുന്നുണ്ട്. നിങ്ങൾ ED ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു, അവരെ വരുതിയിലാകാത്തവരെ തുറുങ്കിലടയ്ക്കുന്നു. നിങ്ങൾ ED ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ വഴങ്ങുന്നവരെ നിങ്ങൾ BJPക്കാരാക്കുന്നു. അതായത് കോൺഗ്രസ് ഇല്ലെങ്കിൽ BJP ഇല്ല. നിങ്ങളുടെ നേതാവ് CK പത്മനാഭൻ തന്നെ പറഞ്ഞൊരു വിഷയമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ ഏറ്റവും രസകരമായ രാഷ്ട്രീയ പ്രസ്താവന എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഇതാണ്,
കോൺഗ്രസ് മുക്ത BJP ആണ് ഞങ്ങളുടെ ലക്ഷ്യം. BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണെങ്കിൽ BJP മുക്ത കോൺഗ്രസ് ആണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നുള്ളത്. BJP നിങ്ങളുടെ സ്ഥിര നിക്ഷേപം തന്നെ. നിങ്ങൾ തുടരുന്ന ഈ രാഷ്ട്രീയം നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും? അങ്ങേയറ്റം ഏറ്റവും ഒടുവിൽ കേരളത്തിലെങ്കിലും നിങ്ങൾക്കിത് പറഞ്ഞുകൊണ്ട് വോട്ട് നേടാൻ കഴിയുമോ പൊന്നു മഹാദേവ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ നിക്ഷേപം കണ്ടുകൊണ്ടല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കൃത്യമായി ആശയ അടിത്തറയുള്ള ഒരു സെമി കേഡർ പ്രസ്ഥാനമാണ് BJP. അതിന് കൃത്യമായിട്ടൊരു ആശയ അടിത്തറയുണ്ട്. അതിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ജനസംഘം മുതൽ BJPയുടെ വളർച്ചയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ നിക്ഷേപം കൊണ്ടുവന്നല്ല ഞങ്ങൾ വളർന്നത്. ഞങ്ങളുടെ പ്രവർത്തകരുടെ നിരന്തരമായിട്ടുള്ള കഠിനാധ്വാനവും അനവധി ബലിദാനികളുടെ ചോരയും നീരും വിയർപ്പുമാണ് ഈ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു പ്രസ്ഥാനമായിട്ട്, സമസ്ത ജനങ്ങളുടെയും ഒരു പ്രസ്ഥാനമായിട്ട് BJP മാറിയത്. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആളുകൾ, അത് CPM-കാരനാവാം, കോൺഗ്രസ്സുകാരനാവാം, മുസ്ലിം ലീഗുകാരനാവാം, ആരായിരുന്നാലും ശരി, അവർ BJPയുടെ ആദർശത്തെയും നരേന്ദ്രമോദിയെയും ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും ചേർത്ത് പിടിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഐക്യം അഖണ്ഡതയുമാണോ ശ്രീ പ്രിന്റു മഹാദേവ്? നിങ്ങൾ പൗരത്വ വിഷയത്തിൽ വന്നപ്പോൾ നിങ്ങൾ എന്തൈക്യമാണ് പറഞ്ഞത്? പൗരത്വ വിഷയത്തിൽ നിങ്ങൾ എടുത്ത നിലപാടെന്താണ്? നിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള ബാക്കി ആർക്കും ഇവിടെ പൗരത്വം നൽകാമെന്ന് പറയുന്നതാണോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഐക്യം? നിങ്ങൾ ജനസംഘം തൊട്ട് പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ ഭരണഘടന പറയുന്ന CA വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞെന്താണ്? നിങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞാണ് മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകാൻ കഴിയില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. അതാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഐക്യം. സിജു സാർ, ഇന്ത്യയുടെ മതേതരത്വ പാരമ്പര്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെയാണ് അവശത അനുഭവിക്കുന്ന മൈനോറിറ്റി ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും. അല്ല, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ഏറ്റവും അടുത്ത് പറയുന്ന ശ്രീലങ്കൻ തമിഴ് വംശജരുണ്ടായിരുന്നല്ലോ, അവരെ നിങ്ങൾ ഉൾക്കൊള്ളാത്ത എന്താണ്? റോഹിംഗ്യയിൽ വരുന്ന മുസ്ലിങ്ങൾ അവരെ ഉൾക്കൊള്ളാത്ത എന്താണ്? നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലെയും അവിടെയുള്ള ബുദ്ധന്മാരെയും ജൈനന്മാരെയും പറയേണ്ട കാര്യം. ഏറ്റവും അടുത്ത് കേരളത്തെ അനുഭവിക്കാൻ കഴിയുന്നത് ശ്രീലങ്കൻ തമിഴരല്ലേ? അവരെ നിങ്ങൾ ഉൾക്കൊള്ളാത്ത എന്താണ്? വംശീയ പ്രശ്നം പോലെയല്ല ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും മൈനോറിറ്റി ആയിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പാഴ്സികളും അനുഭവിക്കുന്ന പ്രശ്നം ഇന്ന് ശ്രീലങ്കയിൽ പ്രശ്നമില്ലല്ലോ. ഇന്ന് ശ്രീലങ്കയിലേക്ക് എല്ലാ ആളുകളെയും ശ്രീലങ്കൻ ഗവൺമെന്റ് അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണോ നിങ്ങളുടെ നേതാവ് വി മുരളീധരൻ തന്നെ കേന്ദ്രമന്ത്രി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് ഒരു വർഷം 2.5 ലക്ഷം പേരാണ് പൗരത്വം ഉപേക്ഷിച്ച് പോകുന്നവരെന്നുള്ളത്. ആ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഇവിടെ നിങ്ങൾ പറയുന്നത് അവിടെ വലിയ പ്രശ്നമാണ് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന, പാഴ്സികൾ അനുഭവിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞു ഇല്ലാതാക്കുകയാണ്. അതായത് നിങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകാൻ പോകുന്നില്ല. 2014 ഡിസംബർ 31 മുമ്പ് വന്ന ഒരു മുസ്ലിമിനും ഇവിടെ പൗരത്വം നൽകാമെന്നില്ല. രാജ്യം മുന്നോട്ട് വെച്ച ആശയമെന്ന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വമില്ല. രാജ്യം അന്ന് മുതൽ ഭരണഘടനാ രൂപകൽപ്പന കൊടുത്ത മുതൽ ഉള്ള രാജ്യത്തിൻ്റെ നയമതാണ്, മതനിരപേക്ഷതയാണ്. അതിനെ നിങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ലാതാക്കുമ്പോൾ അത് ഐക്യമെന്ന് എങ്ങനെ പറയാൻ കഴിയും പ്രിന്റു മഹാദേവൻ? എനിക്ക് തോന്നുന്നു ഇതിന് മറുപടി പറയാൻ കഴിയുന്നത് പ്രകാശൻ മാസ്റ്റർ ആയിരിക്കും. പ്രകാശൻ മാസ്റ്റർ അദ്ദേഹം പറയുന്നത്, പ്രിന്റു മഹാദേവ് പറയുന്നത് ഐക്യവും അഖണ്ഡതയും ഉള്ള പ്രസ്ഥാനമാണ്, അതിനു വേണ്ടിയിട്ടാണ് BJP പ്രവർത്തിക്കുന്നത്. ജനസംഘം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് നിരവധി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അവർക്കൊരു നിക്ഷേപമല്ലെന്നാണ് പ്രിന്റു മഹാദേവൻ പറഞ്ഞത്. താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിലിപ്പോൾ പ്രിന്റു മഹാദേവൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള ആശയ അടിത്തറയുണ്ട്. അത് ശരിയാണ്. അവർക്ക് RSSൻ്റെ രൂപീകരണ കാലം മുതൽ ഒരാശയ അടിത്തറയുണ്ട്. അത് വർഗീയതയിൽ അധിഷ്ഠിതമാണ്. ആളുകളെ മതപരമായിട്ട് ഭിന്നിപ്പുണ്ടാക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ ആശയ അടിത്തറ. ഇതുതന്നെയാണ് ഹിറ്റ്ലർ നടപ്പാക്കിയത്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ സാമുദായികമായിട്ടുള്ള വികാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം, അതാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുടിയേറ്റക്കാർ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുണ്ട്. കുടിയേറ്റക്കാരെ മതാടിസ്ഥാനത്തിൽ വീതിക്കുന്ന ഒരു നില ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഒരു രാജ്യത്തും ഉണ്ടായിട്ടില്ല. ഇവിടെ കുടിയേറ്റക്കാരിൽ മുസ്ലിമിനെ മാറ്റി നിർത്തുകയാണ്, രോഹിംഗ്യൻ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുകയാണ്, മറ്റ് മതക്കാരെ മാത്രമേ ഞങ്ങൾ പൗരത്വം കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രം അല്ലാതായിട്ട് മാറുന്നുവെന്നാണ്. ഇന്ത്യ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന ആളുകളെ, ഇന്ത്യയിൽ ജീവിക്കുന്നവരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്ന ഒരു രാജ്യമായി തീരുന്നുവെന്നാണ്. അപ്പോൾ പൗരത്വ നിയമം നേരത്തെ ഇന്ത്യ രാജ്യത്തുണ്ടല്ലോ. പൗരത്വ നിയമത്തിൽ പറഞ്ഞെന്താ? ഈ രാജ്യത്ത് ജനിച്ച് നിശ്ചിതമായ കാലത്ത് ഇവിടെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ പേരും ഇന്ത്യയിലെ പൗരന്മാരാണ്. അവരുടെ മതം എന്താണ് എന്നുള്ളത് പരിഗണിക്കുന്ന വിഷയമേ അല്ല. ആ നിയമത്തിനാണ് മതം കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പൗരത്വം നിർണ്ണയിക്കുക എന്ന് പറയുന്ന ഒരു ഭേദഗതി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനും അവരെ ഇന്ത്യക്കാരല്ല എന്ന് വരുത്തി തീർക്കാനുമുള്ള നിലയാണെന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്?
അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് ഇന്ന് ഇപ്പോൾ അവരുടെ ഈ പറയുന്ന ജനകീയ പിന്തുണ എന്തിൻ്റെ മേലെയാ? ജനകീയ പിന്തുണ വർഗീയത ആളിക്കെത്തിച്ചുകൊണ്ടാണ്. നമ്മൾ കാണുന്നല്ലോ, ശ്രീരാമൻ ഉപയോഗിച്ചുകൊണ്ട് മോഡിയെ മേലെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം, വിശ്വാസത്തെയും ആരാധനാലയം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ ന്യൂനപക്ഷത്തിലെ വേട്ടയാടാനുള്ള നീക്കങ്ങൾ, അവയെല്ലാം നടക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് ജനവിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും അധികാര കസേര കിട്ടുന്നതിനെ സംബന്ധിച്ച് തങ്ങൾക്ക് വേവലാതിയില്ല? 400 സീറ്റുകൾ കിട്ടുമെന്ന് പറയാൻ മോദിക്കാവുന്ന എന്തുകൊണ്ടാ? അദ്ദേഹം കളിക്കുന്ന കാർഡ് വർഗീയ കാർഡാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇന്ത്യയിലെ ഭൂരിപക്ഷം മതവിശ്വാസികൾ ഹിന്ദുക്കളാണ്. അവരുടെ മതവികാരത്തെ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഫലമുണ്ടാക്കാൻ വേണ്ടി കഴിയും എന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുമെന്ന് പറയാൻ അവർക്കാവുന്നത്. ഇപ്പോൾ 2019 ഇവിടെ പൗരത്വ നിയമ ഭേദഗതി വന്നത്. എന്നാൽ 4 കൊല്ലക്കാലം ആ ഭേദഗതിയുടെ ചട്ടങ്ങൾ, ആ ബില്ലിന് ചട്ടങ്ങൾ വരുത്താതെ ഇപ്പോൾ ചട്ടം വരുന്ന ന്യായം എന്താ? തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഹിന്ദു മുസ്ലിം വേർതിരിവുണ്ടാവണം, എന്നിട്ട് ഹിന്ദുക്കളുടെ വോട്ട് തങ്ങൾക്ക് നേടാൻ വേണ്ടി കഴിയണം. അതിനുവേണ്ടിയുള്ള നീക്കമാണ് എന്നുള്ളത് ലോകത്ത് ആർക്കും അറിയാതിരിക്കുന്നത്. UN ഇതിനെതിരായിട്ട് പ്രതിഷേധിച്ചു. ഇന്ത്യ എല്ലാ നിലയ്ക്കും പിന്തുണയ്ക്കുന്ന അമേരിക്ക ഇതിനെതിരായിട്ട് പ്രതികരിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ നമുക്കെതിരായിട്ട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ അഭിമാനം ഇത്രയേറെ തകർന്ന മറ്റൊരു കാലമുണ്ടോ ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് കാലത്ത് എന്ന പോലെ? എന്നിട്ട് അവർ അഭിമാനിക്കുകയാണ് എന്തോ ജനങ്ങളുടെ പിന്തുണയാണെന്ന്. ജനപിന്തുണയല്ല, വർഗീയ കാർഡ് കളിച്ചുകൊണ്ട് ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ച് ഇവിടെ മതപരമായിട്ട് ആളുകളുടെ വോട്ട് വാങ്ങാൻ വേണ്ടി കഴിയുമോ എന്ന് ദുഷ്ടലാക്കാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ചെറുക്കാതെ ഭാരതമില്ല. എന്തുകൊണ്ടെന്നാൽ അവർ കത്തിവെക്കുന്നത് മതനിരപേക്ഷതയുടെ കടക്കലാണ്. അവർ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ ഈ രാജ്യം ഉയർത്തിപ്പിടിച്ച എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുടെ രാജ്യമാണ് ഈ രാജ്യം എന്നുള്ള മതനിരപേക്ഷ കൽപ്പനയാണ്. അതിനെ ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല എന്നുള്ളത് മതനിരപേക്ഷവാദികൾക്ക് ആകെ ചിന്തിക്കാൻ വേണ്ടി കഴിയണം. നിർഭാഗ്യവശാൽ അങ്ങനെ ചിന്തിക്കാൻ ഏറ്റവും കൂടുതൽ ബാധപ്പെട്ട കോൺഗ്രസ് ഈ പറയുന്ന ഹിന്ദുവിന്റെ വോട്ട് നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് അവർ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ ശ്രമം നടത്തുകയാണ്. അത് തന്നെയാണ് പ്രകാശ് മാസ്റ്റർ താങ്കൾ ഉന്നയിച്ച ആ ചോദ്യം തന്നെയാണ് സേനാപതി വേണു മറുപടി പറയേണ്ട പ്രശ്നമാണത്. കാരണം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെയോട് ചോദ്യം ചോദിച്ചപ്പോൾ പഠിച്ചിട്ട് പറയാം CAA വിഷയം എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. രാജ്യത്തെ ഏതൊരു സാധാരണ പൗരനും മനസ്സിലാക്കുന്നതാണ്. 2019 പാസാക്കിയ നിയമം, അതിൻ്റെ ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്തെന്ന് ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പറയാൻ മടിയാണ്. നിങ്ങൾ പഠിച്ചിട്ട് നാളെ പറയാമെന്ന് പറയുന്ന തരത്തിലുള്ള തരം താഴ്ന്ന നിലപാടുകൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? നിങ്ങൾ ഉത്തരേന്ത്യയിലെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലും ചിരിച്ചത് മാധ്യമപ്രവർത്തകരെ നോക്കിയല്ല, രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികളെ നോക്കിയാണ്. അതാണ് പ്രശ്നം. നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നില്ല. പൗരത്വ നിയമ വിഷയത്തിൽ നിങ്ങൾക്ക് ദേശീയ നിലപാടുണ്ടോ? 3 ദിവസമായി മുഖ്യമന്ത്രി ചോദിക്കുന്നു, രാജ്യത്തെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ദേശീയ നിലപാട് എന്താണ് പൗരത്വ വിഷയത്തിൽ? ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? സിജു, പൗരത്വ വിഷയത്തിൽ പാർലമെന്റിലെ ഡിബേറ്റ് തന്നെ ഓപ്പൺ ചെയ്തത് കോൺഗ്രസിന്റെ നേതാവ് ശശി തരൂരാണ്. ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാടുകൾ വളരെ സേനാപതി വേണു, അത് ഈ വിഷയം നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്താണ്. ശശി തരൂർ അടക്കം TN പ്രതാപൻ അടക്കം എന്തൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ചോദ്യം ഇതാണ്, തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് CAA വിഷയവുമായി സംഘപരിവാർ BJP സർക്കാർ വരുമ്പോൾ നിങ്ങളുടെ നേതാവ് പറയുന്നു പഠിച്ചിട്ട് പറയാം. എന്ത് പഠിച്ചിട്ട് പറയാനെന്നാണ് പറയുന്നത്? രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾ എന്ത് പഠിക്കാനാണുള്ളത്? നിങ്ങൾക്ക് ഏത് നേതാവ് ആരോട് പഠിച്ചിട്ട് പറഞ്ഞു? ഈ സൈസ് വിവരക്കേടുകൾ നിങ്ങളെപ്പോലെ ഒരു ഇത് രാജ്യത്തെ മാധ്യമങ്ങൾ കണ്ടതാണ്. ശ്രീ സേനാപതി വേണു, ചോദ്യം ഇതാണ്, CAA വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നിലപാടുണ്ടോ? ആ ചോദ്യം ചോദിച്ചു, അതിന് മറുപടി ഉണ്ടോ? അല്ല, കോൺഗ്രസിന്റെ ദേശീയ നിലപാടുള്ളന്നേ, ഞങ്ങളുടേതല്ലേ ദേശീയ നിലപാട്. ആ ദേശീയ നിലപാടല്ലേ പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞില്ല. അതാണ് ചോദ്യം. നിങ്ങളുടെ നേതാവ് പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കേണ്ട കാര്യമില്ല. ഇത് രാജ്യത്തെ ജനങ്ങൾ കണ്ടതാണ്, മാധ്യമങ്ങളടക്കം കണ്ടതാണ്. അല്ല, ഞങ്ങൾക്ക് ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കേണ്ട കാര്യമില്ലോ സിജൂസെ. ഇനി അതിനു മുമ്പ് എനിക്ക് ഒരു 2 മിനിറ്റ് സമയം തരുമെങ്കിൽ, ഇപ്പോൾ സിജൂസിന്റെ ഉത്കണ്ഠയും എനിക്ക് മനസ്സിലാകുന്നു, പ്രകാശ് മാസ്റ്ററെ മനസ്സിലാകുന്നു, ജയചന്ദ്രൻ സാറിന്റെ ഉത്കണ്ഠ മനസ്സിലാകുന്നു, പ്രിന്റുവിന്റെ ഉത്കണ്ഠ മനസ്സിലാകുന്നു. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകുമോ കോൺഗ്രസിന്റെ ദയനീയതയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPM-ന്റെ ചിഹ്നം ഉണ്ടാകുമോ എന്നാണ് AK ബാലന്റെ സംശയം. നിങ്ങളുടെ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇനിയിപ്പോൾ നീരാളി എന്താ പറഞ്ഞ് മരപ്പെട്ടി, നീരാളി, ഈ എലിപ്പെട്ടി തുടങ്ങിയ ചിഹ്നങ്ങളിലൊക്കെ മത്സരിക്കേണ്ട, ഈനാമ്പേച്ചി ചിഹ്നങ്ങളിലൊക്കെ മത്സരിക്കേണ്ട സ്ഥിതിവിശേഷം
കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന്. അതാണ് നിങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ. ഇതാണ് നേരത്തെ പ്രകാശൻ ശ്രീ സേനാപതി പ്രകാശൻ മാസ്റ്റർ നേരത്തെ പറഞ്ഞ വിഷയം ചൂണ്ടിക്കാട്ടിയ വിഷയം. നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ വിഷയം പറയാതിരിക്കുകയും മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയും ചെയ്യും. നിങ്ങൾ ചരിത്രപരമായ ചില ചോദ്യങ്ങളും വല്ലാത്ത പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ നിങ്ങൾ മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയല്ല, നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് ഖാർഗെ പറയുന്ന ഒഴിഞ്ഞുമാറൽ തന്നെയാണ് സേനാപതി വേണു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കോൺഗ്രസിന്റെ വക്താവായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ താങ്കളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് പറയുകയും ചെയ്യും. പ്രകാശ് മാസ്റ്ററെ ഉത്കണ്ഠ 12 കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ പോയി, 200 MLA പോയി. ഒരു പാർട്ടി അപ്പാടെ തന്നെ BJP-യിലേക്ക് പോയില്ലേ? ബംഗാളിലും ത്രിപുരയിലും പാർട്ടി അപ്പാടെ. ഞങ്ങളുടെ നേതാക്കളെ പോയുള്ളൂ, നിങ്ങളുടെ പാർട്ടി തന്നെ അപ്പാടെ പോയി. അതല്ലേ അവിടുത്തെ സ്ഥിതിവിശേഷം. ഒറ്റ MP-മാരെങ്കിലും ഉണ്ടോ പശ്ചിമ ബംഗാളില്? നിങ്ങൾ പണ്ട് പറയുമായിരുന്നല്ലോ, ലോകത്ത് മാറ്റം എന്ന് പറയുന്ന വാക്കും ബംഗാളിലെ കമ്മ്യൂണിസവും. അല്ല, അത് ഈ പറയുന്നത് ശ്രീ സേനാപതി വേണു അത് കണക്ക് പരിശോധിക്കേണ്ടതാണ്. നേരത്തെ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ വിഷയം, നിങ്ങളുടെ 11 മുഖ്യമന്ത്രിമാർ, 120-ലേറെ MP-മാർ, അത്ര തന്നെ MLA-മാർ, കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളുടെ നേതാവ് തന്നെ, നിങ്ങളുടെ മനു അഭിഷേക് സിംഘ്വിക്ക് തന്നെ പറയേണ്ടി വന്നില്ലേ, എന്നോടൊപ്പം ഉച്ചയ്ക്ക് ഊണ് കഴിച്ചവരാണ് വൈകിട്ട് വന്ന് വോട്ട് ചെയ്ത് BJP സ്ഥാനാർത്ഥിയെ രാജ്യസഭയിലേക്ക് അയച്ചു എന്ന് പറയുന്നത്. ഇന്ന് തന്നെ പൈവളിക പഞ്ചായത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി ഉച്ചവരെ വോട്ട് ചോദിക്കുകയും തലേന്ന് രാത്രി വരെ വോട്ട് ചോദിക്കുകയും രാവിലെ എഴുന്നേറ്റ് പോയി BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക, അവിശ്വാസ പ്രമേയത്തിന് LDF സ്ഥാനാർത്ഥിയെ പുറത്താക്കാൻ, LDF-ന്റെ ഭരണം പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. അത് പറയുമ്പോൾ നിങ്ങൾ ബംഗാളിലേക്ക് പോകും, നിങ്ങൾ ഉടനെ AK ബാലന്റെ പ്രസ്താവനയിലേക്ക് പോകും. നിങ്ങളോട് രാജ്യം ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ത്രിപുരയിലേക്ക് നോക്കണം, AK ബാലന്റെ വാക്കുകളെ കേൾക്കണം. ബംഗാളിലേക്ക് നോക്കണം, ത്രിപുരയിലേക്ക് നോക്കണം, AK ബാലന്റെ വാക്കുകളെ കേൾക്കണം. ഇടതുപക്ഷത്തിന്റെ ജോയിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിയായി രക്ഷാധികാരിയായി തെരഞ്ഞെടുക്കപ്പെട്ടയാള് വൈകുന്നേരം ആകുമ്പോഴേക്കും പ്രകാശ് ജാവദേക്കറോടൊപ്പം ഫോട്ടോ എടുത്ത് നിൽക്കുന്നു. അതും നിങ്ങൾ പരിശോധിക്കുന്നേ. സേനാപതി വേണു, ഇത് ആളുകൾ കാണുന്നുണ്ടെന്ന് നിങ്ങളോട് വളരെ പ്രസക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ രാജ്യം, ശ്രീ സേനാപതി വേണു ചോദ്യം ഇതാണ്, ഈ രാജ്യം ഇങ്ങനെ തന്നെ മതനിരപേക്ഷമായി നിലനിൽക്കണമോ? അങ്ങനെ നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായ നിലപാടെടുക്കേണ്ടതുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങളെടുക്കുന്ന നിലപാടുകൾ ഇന്ത്യ സഖ്യം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. രാജ്യം ഈവൻ നിങ്ങളോട് ഇടതുപക്ഷം അടക്കം ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്ത് BJP എതിർക്കാൻ ഉണ്ടാകണമെന്നാണ്. ഇവിടെ പ്രകാശൻ മാസ്റ്റർ എനിക്ക് തോന്നുന്നതിന് മറുപടി പറയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു വെച്ചത്, സേനാപതി വേണു പറഞ്ഞു വെച്ചത് വെറും ബാലിശമായിട്ടുള്ള ചോദ്യങ്ങൾ. നിങ്ങൾ S രാജേന്ദ്രന്റെ പ്രശ്നത്തിലേക്ക് പോകുന്നു, ബാലന്റെ പ്രശ്നം, ഇതല്ലേ കോൺഗ്രസ് കാതലായ വിഷയങ്ങളിൽ നിന്ന് മാറുകയും അനാവശ്യ വിഷയങ്ങളിൽ അല്ല സിജുസേ, നിങ്ങൾ പ്രകാശ് മാസ്റ്റർ പറയുന്നത് ജയചന്ദ്രൻ മാസ്റ്റർ പറയുന്നത് കേൾക്കാനാണെങ്കിൽ പറഞ്ഞോളൂ, താങ്കൾക്ക് പറയാം. അല്ല, താങ്കൾ എനിക്ക് ഇടപെടേണ്ടി വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം സേനാപതി വേണു. താങ്കൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ചർച്ചയിൽ സേനാപതി വേണു കഴിഞ്ഞ ദിവസവും ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ബാലിശമായ ചില കാര്യങ്ങളിലേക്ക് പോവുകയാണ്. വളരെ പ്രസക്തമായ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളടക്കമല്ല, ഈ രാജ്യത്തിന്റെ തന്നെ ജീവൻ മരണ പോരാട്ടമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ബാലിശമായ S രാജേന്ദ്രൻ അവിടെ പോയില്ലേ, ജാവദേക്കറോട് നിന്നില്ലേ എന്ന് പറയുന്ന ചോദ്യത്തിന് വളരെ ബാലിശമായ കാര്യങ്ങൾ. നിങ്ങൾ മറുപടി പറയൂ, നിങ്ങൾ പൗരത്വ വിഷയത്തിൽ നിങ്ങൾ മറുപടി പറയൂ, അതാണ് ചോദിക്കുന്നത്. എന്റെ സിജൂസെ, നിങ്ങൾ പൈകവിളയിലെ ഏതോ പഞ്ചായത്ത് മെമ്പർ രാവിലെ വോട്ട് ചോദിച്ചു, വൈകുന്നേരം വോട്ട് ചോദിച്ചു, അതൊക്കെയാണോ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു ചർച്ചയിൽ അവതരിപ്പിക്കേണ്ട വിഷയം? നിങ്ങളുടെ ഹിമാചൽ പ്രദേശിലെ 6 MLA-മാർ ഇന്നലെ പോയതോ BJP-യിലേക്ക് ചേർന്നതോ അത് നിങ്ങൾക്ക് വിഷയമല്ല? ഹിമാചൽ പ്രദേശിലെ നിങ്ങൾ 6 MLA-മാർ ഇന്നലെ BJP-യിലേക്ക് പോയി. നിങ്ങൾ ജയിപ്പിച്ചു വിടേണ്ട രാജ്യസഭാ സീറ്റിലേക്ക് ജയിപ്പിച്ചു വിടേണ്ട നിങ്ങളുടെ MLA-മാർ BJP, അതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല. ശ്രീ പ്രകാശ് മാസ്റ്റർ, എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഇതിന് മറുപടി പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. 3 വട്ടം സിജൂസെ നിങ്ങളുടെ MLA ആയിരുന്നയാള് നേരം വെളുക്കാറായപ്പോഴത്തേക്കും BJP-യുടെ ആസ്ഥാനത്ത് ഡൽഹിയിൽ ചെന്ന് ഫോട്ടോയും എടുത്തത് അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിവിടെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് BJP-യിലേക്ക് പോകുന്നില്ല എന്ന്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യത്തിന് ക്ഷണിക്കാൻ പോയതാണ് പ്രകാശ് ജാവദേക്കറെ. അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതാണ് ശ്രീ സേനാപതി വേണു. ഇവിടെ വിഷയം എന്താണ്? വളരെ കാതലായ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പല ബാലിശമായ ഉത്തരങ്ങളിലേക്ക് നിങ്ങൾ പോവുകയും ചില ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. പ്രകാശ് മാസ്റ്റർ, താങ്കൾക്ക് ഇടപെടാം ഈ വിഷയത്തിൽ. അല്ല, താങ്കൾ ചോദിക്കുന്ന ചോദ്യം കാതലായ ചോദ്യമല്ല. താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എന്റെ മറുപടി പറയുമ്പോൾ താങ്കളെ അലോസരപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് എനിക്ക് അലോസരമല്ല ശ്രീ സേനാപതി വേണു. ഈ രാജ്യത്തിന് അസ്വസ്ഥതകളുണ്ട്, ആശങ്കകളുണ്ട്. കോൺഗ്രസ് ഇങ്ങനെ ആകരുത് എന്നുള്ളത് ശ്രീ പ്രകാശൻ മാസ്റ്റർ. അല്ല, ഞാൻ ചോദിക്കുന്ന പ്രകാശൻ മാസ്റ്ററുടെ പാർട്ടി ഈ രാജ്യത്ത് ഇപ്പൊ എവിടെയാണ് BJP? പ്രകാശൻ മാസ്റ്റർ മറുപടി പറയട്ടെ. പ്രകാശൻ മാസ്റ്റർ ഇവിടെ
കോൺഗ്രസ് ജയിച്ചിരിക്കുന്ന 7 സംസ്ഥാനങ്ങൾ ഇന്ന് ഭരിക്കുന്നത് BJP ആണ്. അരുണാചൽ പ്രദേശും ഗോവയും ഇനിയിപ്പോൾ ഹിമാചൽ പ്രദേശിൽ വരാൻ പോവാൻ. എന്തുകൊണ്ടാണ് എന്നുള്ളത് കോൺഗ്രസിന് ആലോചിക്കാൻ കഴിയണ്ടേ? അവരുടെ 43ഉം 24ഉം 18ഉം 16ഉം ഒക്കെ MLA പണം വാങ്ങി BJP ചാക്കിൽ കയറിയതുകൊണ്ടാണ്. തങ്ങൾ ജയിച്ചിട്ടുള്ള 7 സംസ്ഥാനങ്ങളിലെ ഭരണം BJPക്കാർ കൈകാര്യം ചെയ്തത്. നാണക്കേടെ നിന്റെ പേരോ കോൺഗ്രസ് എന്നുള്ളത് ആ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ചോദിക്കില്ലേ? ഇവിടെ വളരെ വ്യക്തമായൊരു ചോദ്യം ഈ ചർച്ചക്കകത്ത് ഉയർന്നു വന്നു. അതെന്താ? CAയുടെ ചട്ടങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നതിനോട് കോൺഗ്രസ് അനുകൂലമാണോ എതിരാണോ? അത് പറയുന്നതിന് പകരം അരി എത്ര ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? പിന്നെ സേനാപതികളോട് ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ എവിടെയെങ്കിലും പുറകോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ സന്തോഷം നൽകുന്നത്? BJP അധികാരപക്ഷമാക്കാൻ വേണ്ടിയാണല്ലോ ഇന്ത്യ സഖ്യം. ആ ഇന്ത്യ സഖ്യം നിലനിൽക്കണമെങ്കിൽ ഞങ്ങൾ ശക്തിപ്പെടണ്ടേ? ഞങ്ങൾ പുറകോട്ട് പോയി നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്നത് അധികാരപക്ഷമാക്കാനുള്ള ചാൻസ് ദുർബലപ്പെടുകയല്ലേ അതുവഴി ഉണ്ടാവുന്നത്? എന്തിനാ കോൺഗ്രസിന് ആളുകൾക്ക് അതിനകത്ത് വലിയ സന്തോഷമുണ്ടാവേണ്ട കാര്യം? ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇന്ത്യ രാജ്യത്ത് വളരെ മർമ്മപ്രധാനമായിട്ടുള്ള വിഷയങ്ങളിൽ മതേതരത്വം പിച്ച് ചീത്തുന്ന നിരവധി വിഷയങ്ങളിൽ കോൺഗ്രസ് മിണ്ടുന്നില്ല. കോൺഗ്രസിന് വ്യക്തമായിട്ട് അഭിപ്രായമില്ല. ഇപ്പോൾ രാമക്ഷേത്ര വിഷയം വന്നു. എത്ര ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് കോൺഗ്രസ് ആ പരിപാടിക്കകത്ത് പങ്കെടുക്കണമോ വേണ്ടയോ പ്രാണിപ്രതിഷ്ഠ എന്നുള്ള കാര്യം തീരുമാനിച്ചത്? ഇവിടെ നമ്മൾ ഈ CA ചർച്ച ചെയ്യാൻ തുടങ്ങിയ കാലപത്രിയായി 2010 മുതൽ കഴിഞ്ഞ് 4 കൊല്ലമാണ് ചർച്ചയിൽ ചെയ്യുന്നത്. ഈ 4 കൊല്ലമായിട്ടും ഈ ചട്ടത്തെ സംബന്ധിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കാത്തതുകൊണ്ടാ? സാധിക്കാത്ത മറ്റൊന്നുകൊണ്ടുമല്ല, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങൾക്കാവുന്നില്ല. നിങ്ങൾക്ക് അധികാര കസേരയേക്കാൾ പ്രധാനമല്ല ഈ നാടിൻ്റെ മതനിരപേക്ഷത, ഈ നാടിൻ്റെ ഐക്യം, ഈ നാടിൻ്റെ അവിച്ഛിന്നത. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം അധികാര കസേരയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ നിലപാട് വേണം. നിങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളണം. വർഗീയതയ്ക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഒരു വിഷയത്തിലും BJPക്കെതിരായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തത് നിങ്ങൾ BJPയുടെ അതേ നിലപാട് പങ്കിടുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ രാജ്യത്തിനകത്ത് സ്വത്തുകൾ വിൽക്കുന്നു, നിങ്ങൾ ആരംഭിച്ചു, BJP തുടരുന്നു. രാജ്യത്തിനകത്ത് പെട്രോളിയം കമ്പനികൾക്ക് വില കൂട്ടാൻ അനുവാദം കൊടുത്തു, നിങ്ങൾ ആരംഭിച്ചു, BJPക്കാർ തുടരുന്നു. നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് BJP തുടരുന്ന മിക്കവാറും കാര്യങ്ങൾ നിങ്ങൾ ആരംഭിച്ചവയാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് നയപരമായിട്ട് നിങ്ങൾക്ക് BJPയോട് വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ഒരു പ്രയാസമില്ലാതെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് BJPക്ക് പോകാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ നാട് ഭാഷയെ പറഞ്ഞാൽ ചളി കുത്തിയ നാട്ടയെ പോലെ. അതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു ശരിയായ നിലപാടുണ്ടാവണം. ഇവിടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് നെഹ്റുവും ഗാന്ധിജിയുമെല്ലാം മുന്നോട്ട് വെച്ച നിലപാടുകൾ, ആ നിലപാട് നിങ്ങൾക്കില്ല എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് ഉന്നയിക്കപ്പെടുന്ന വിമർശനം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കോൺഗ്രസിനെ പഴയ കോൺഗ്രസിനെ ആശ്രയിക്കുന്ന പോലെ ആർക്കും ആശ്രയിക്കാൻ കഴിയില്ല. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വാദിക്കുന്ന കോൺഗ്രസ് മരിച്ചു പോയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് രാജ്യത്തിലെ ഉന്നതമായ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് ആകെ താല്പര്യം അധികാര കസേര മാത്രമാണ്. നിങ്ങളുടെ നേതാക്കന്മാർക്കും അത് തന്നെയാണ് താല്പര്യം. കോൺഗ്രസിൽ സീറ്റ് കിട്ടില്ല എന്ന് തോന്നിയാൽ അവർ BJPയിലേക്ക് പോകും. ഇവിടെ നിന്ന് മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും. കാരണം എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകും എന്ന് പറഞ്ഞ KPCC അധ്യക്ഷനാണ് അവരുടെ ഒപ്പം. അതോടൊപ്പം തന്നെ മറ്റേ VD സതീശൻ അവരുടെ പ്രതിപക്ഷ നേതാവ് സവർക്കറുടെ വേദികളിലടക്കം പോയ കാര്യങ്ങളും മലയാളികളുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. പക്ഷേ ശ്രീ M ജയചന്ദ്രൻ ഒരുപക്ഷെ ഇവിടെ പ്രകാശൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയതും സേനാപതി വേണു സംസാരിച്ചതും അടക്കമുള്ള വിഷയങ്ങളുണ്ട്. വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. CA വിഷയത്തിൽ നിങ്ങളുടെ ദേശീയ നിലപാട് എന്തെന്ന് ചോദിക്കുമ്പോൾ ഉടനെ അദ്ദേഹം പറയുന്നത് S രാജേന്ദ്രൻ അവിടെ പോയില്ലേ, ത്രിപുരയിൽ നിങ്ങൾ നമ്മൾ കഴിഞ്ഞ 10 വർഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബംഗാളിൻ്റെ വിഷയം. ബംഗാൾ അത് നടന്നില്ല എന്നുള്ളതാണ്. ഇവിടെ രാജ്യം തന്നെ നിലനിൽക്കുമെന്നുള്ള വലിയ വിഷയം കോൺഗ്രസിനോട് ചോദിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് ഖാർഗെ എടുത്ത നിലപാട് സേനാപതി വേണു തന്നെ എടുക്കുന്നു. എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കാൻ കഴിയുന്നത്? എന്താണ് ഇവർക്ക് രാഷ്ട്രീയ മര്യാദയുള്ളതെന്ന് ജനം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും അവർ? M ജയചന്ദ്രൻ. ശ്രീ പ്രിയപ്പെട്ട സേനാപതി, ഏതായാലും ഒരു കാര്യം ഞാൻ താങ്കളോട് ഒരു സജഷൻ വെക്കുകയാണ്. നമുക്ക് നമ്മുടെ ഈ ചർച്ചയ്ക്ക് ഒരു ഫോക്കസ് ഉണ്ടല്ലോ, അതിങ്ങനെ ആവരുത്. ഈ ചർച്ച നമുക്ക് ഇങ്ങനെ ആക്കിക്കൂടാ എന്നുള്ളൊരു അഭിപ്രായം ഞാൻ താങ്കളുടെ പരിഗണനയ്ക്ക് വെക്കുകയാണ്. നമുക്ക് ഈ ആങ്കർ സാധാരണഗതിയിൽ ഏതൊരു ചർച്ചയ്ക്കും ചോദ്യങ്ങൾ ചോദിക്കും, ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങോട്ട് സമയം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒന്നുകിൽ അതിൻ്റെ അകത്ത് പറയാവുന്നത് പറയാം, ഖാർഗെ പറയണം എന്നാണ് ആവശ്യപ്പെട്ടത്. പത്രലേഖകർ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞില്ല. അതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും ഒക്കെ പറഞ്ഞത്. അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ച് CPMനെ അങ്ങോട്ട് ആക്രമിക്കേണ്ട കാര്യമൊന്നും ഈ ചർച്ചയിലില്ല. നമ്മളുടെ ഫോക്കസ് അതിലല്ലല്ലോ നിൽക്കുന്നത്. എന്താണ് രാജ്യത്തിൻ്റെ ഇന്നത്തെ ഭീഷണി, ആ ഭീഷണിയെ അഡ്രസ്സ് ചെയ്യുന്നതിൽ എന്താണ് കോൺഗ്രസ് നിലപാട്? ഇതാണ് കാതലായിട്ടുള്ള ചോദ്യം. അതാണ്
അവിടെ നിങ്ങൾക്ക് നിലപാടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പിന്നെ ഈ BJP പ്രതിനിധി പറഞ്ഞതിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, പിന്നെ എന്താണ് ഈ മുസ്ലിങ്ങളോടുള്ള ഐക്യത്തിൻ്റെ കാരണം എന്നുള്ളത് വിശദീകരിക്കാൻ ഇതുവരെ BJPക്ക് നേതൃത്വത്തിനോ പ്രിൻറ്റു മഹാദേവൻ അടക്കമുള്ള നേതാക്കൾക്കോ കഴിയുന്നില്ല. ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിലും പ്രിൻറ്റു ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ ചോദിക്കുമ്പോൾ ഈ പിന്നെ ബംഗ്ലാദേശ് ഉണ്ടായത് എങ്ങനെയാണ് 71-ൽ കിഴക്കൻ പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് ഇടയിൽ തന്നെ പരസ്പരം ഉണ്ടായ സ്പർദ്ധയും വൈരവും പിന്നെ സംഘടനത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും നയിച്ച സാഹചര്യമാണല്ലോ ഇന്ദിരാഗാന്ധി അന്ന് ഇന്ത്യൻ പട്ടാളത്തിന് അങ്ങോട്ട് പിന്നെ ഇടപെടിക്കാൻ ഇടയായ സാഹചര്യം. അത് ആരും മറക്കേണ്ട കാര്യമില്ല എങ്ങനെയാണ് ബംഗ്ലാദേശ് ഉണ്ടാകുന്നതെന്നുള്ളത്. അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ അത് മതരാഷ്ട്രമാണ് പാകിസ്ഥാൻ. എന്നിട്ടും അവിടെ ഉണ്ടായി അത്തരം കലാപങ്ങൾ മുസ്ലിം രാഷ്ട്രമായിട്ട്. അഫ്ഗാനിസ്ഥാനിലുണ്ടായി, പിന്നെ പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്. ആരാണ് മലാല യൂസഫ്സായി? നമ്മൾ ഒരുപാട് തെരഞ്ഞു പോകേണ്ട 71-ലേക്കൊന്നും പോകേണ്ട കാര്യമില്ലാതെ തന്നെ കുട്ടികൾക്ക് പോലും ഇന്ന് അറിയാവുന്ന കാര്യമാണ് ആരാണ് മലാല യൂസഫ്സായി. നൊബേൽ ലോറേറ്റ് അല്ലേ, സമാധാനത്തിന് നൊബേൽ സമ്മാനം നേടിയ കുട്ടിയല്ലേ, ഇപ്പോൾ മുതിർന്ന് വലിയ സ്ത്രീയായി അവർ. എന്തായിരുന്നു പിന്നെ ഈ മുസ്ലിം തീവ്രവാദികൾ തന്നെയല്ലേ അവരെ ആക്രമിച്ചത് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ലോക യാഥാർത്ഥ്യങ്ങളാണ്. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് പിന്നീട് ഇപ്പോൾ പ്രകാശ് മാസ്റ്ററിനെ സൂചിപ്പിച്ച രോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ പ്രശ്നമുണ്ട്. എവിടെയാണ് നിങ്ങളുടെ നിലപാട്? എന്താണത്? അവർ മുസ്ലിങ്ങളല്ലേ? അത്തരത്തിലുള്ള എത്രയോ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് ഒളിച്ചോടുന്നത്? അഭിപ്രായങ്ങൾ പറയുമ്പോൾ പിന്നെ അക്കാര്യത്തിൽ മറുപടി ഉണ്ടാവണം. ആ മറുപടി പറയുന്നതിന് പകരം ഞങ്ങൾ അങ്ങനെയല്ല എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളോട് ഉന്നയിക്കപ്പെടുന്ന ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. BJP പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് ഇക്കാര്യത്തിൽ. ആ രാഷ്ട്രീയ നിലപാടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായും അതിൻ്റെ മറുപടി അറിയാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് ഇന്ത്യയിലെ പിന്നെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കാണ്. 22 കോടിയിൽ പരം വരുമല്ലോ മുസ്ലിം ജനസംഖ്യ. പിന്നെ കേരളത്തിലാണെങ്കിൽ അത് 28% വരുന്നുണ്ട് ജനസംഖ്യയുടെ. അറിയണ്ടേ എന്താണ് നിലപാട്? അത് പറയുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുമ്പോൾ BJP ഇപ്പോൾ ഈ പിന്നെ കഴിഞ്ഞ ലോക്സഭയിൽ രാജ്യസഭയിലും പാർലമെൻ്റ് അംഗങ്ങളില്ല മുസ്ലിം വിഭാഗത്തിൽ നിന്ന്. പിന്നെ മുക്താർ അബ്ബാസ് നഖ്വി 2022-ലാണെന്ന് തോന്നുന്നു കാലാവധി കഴിയുന്നത്. അതിനുശേഷം പിന്നെ രാജ്യസഭയിൽ ആരും ഇല്ലല്ലോ. താങ്കൾ ഈ ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ശ്രീ ജയചന്ദ്രൻ. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം പ്രതിനിധി കേന്ദ്ര സർക്കാരിൽ ഇല്ലാത്തത്, മന്ത്രിസഭയിൽ ഇല്ലാത്തത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പല ഘട്ടങ്ങളിൽ ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അല്ല സിജു, അത് തന്നെയല്ല ഇത്തവണ ഉള്ളത് ആരാണെന്നേ? ഇത്തവണ ഉള്ളത് ഒരു അബ്ദുൽ സലാം മാത്രമാണ് മലപ്പുറത്ത് മത്സരിക്കുന്നത്. കാലിക്കറ്റ് VC അല്ല, അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന വാഹനത്തിൽ പോലും കേറ്റാത്ത സാഹചര്യം നമ്മൾ കണ്ടതാണല്ലോ. ശ്രീ പ്രിൻറ്റു മഹാദേവ്, താങ്കൾക്ക് പറയാം. M ജയചന്ദ്രൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. കേൾക്കുന്നുണ്ട്, പറയാം. എങ്ങനെയാണ് നിങ്ങൾ ആ നാടിനെ പട്ടിയെ പേപ്പട്ടിയാക്കുന്നതെന്ന് വളരെ മനോഹരമായി നിങ്ങൾ CAയുടെ പേരിലും ഈ പറയുന്ന ഗുജറാത്തിന്റെ പേരിലും അയോധ്യയുടെ പേരിലും ഒക്കെ വളരെ കടികൊഴുക്കി ഈ രാജ്യത്തിലെ ഹിന്ദുവിനെ മുസ്ലിമാരെയും ഈ രാജ്യത്തിലെ ജനങ്ങൾ ഈ കേരളത്തിലെ ഒരു സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ട് തട്ടിക്കൊണ്ട് നിങ്ങളിപ്പോ അറിയാലോ, നിങ്ങൾക്ക് ആദ്യം ഒരു സ്ഥലം ഒരു കാര്യമാണ്. അതിൽ എങ്ങനെയെങ്കിലും 4 സീറ്റോ 5 സീറ്റോ നിങ്ങളുടെ തന്ത്രമാണ്. ആ തന്ത്രപ്പാട് മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ ജയേന്ദ്ര സാർ പറഞ്ഞില്ല, ഈ മുസ്ലിമായിട്ടുള്ള അബ്ദുൽ കലാം സാറിന്റെ മോഡിയിലെ അതിന് വാസ്തുത കൃത്യമായിട്ട് അറിയാമല്ലോ. അതല്ല ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇപ്പോ താങ്കൾ ഈ പറഞ്ഞ ന്യൂനപക്ഷത്തിന്റെ വോട്ടിന്റെ പ്രശ്നം അല്ല ഉദ്ദേശിച്ചത്. കാരണം നിങ്ങളുടെ പ്രധാനമന്ത്രി എന്താണ് ചെയ്തത്? അയോധ്യ എന്ന് പറയുന്ന ഒരു രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്താൻ പോയി. അതിവിടെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുക, അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ക്ഷേത്ര ഭാരവാഹികൾ പ്രസിഡന്റുമാരുണ്ട്. രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പണി അതല്ല. അയോധ്യയിൽ മാത്രമല്ല, പാർലമെൻറ്റിനകത്തേക്ക് പാർലമെൻറ്റിൽ നിങ്ങളുടെ പ്രസിഡന്റിനെ പോലും കൊണ്ടുവരാതെ നഗ്ന സന്യാസിമാരെ ചെങ്കോലുമായി വിളിച്ചു കയറ്റി. അതാണോ നിങ്ങളുടെ പ്രധാനമന്ത്രി ചെയ്തത്? ആരാണ് ഇവിടെ പ്രീണിപ്പിക്കുന്നത്? ആരാണ് ഇവിടെ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുന്നത്? ന്യൂനപക്ഷത്തിനെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇവിടെ ആരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ന്യൂനപക്ഷങ്ങളെ അവഗണിക്കുന്നത് ആരാണ്? ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയത് ആരാണ്? മണിപ്പൂരിൽ ക്രൈസ്തവരെ വേട്ടയാടപ്പെട്ടപ്പോൾ 68 ദിവസം മിണ്ടാതിരുന്നത് ആരാണ്? ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോടും ഇല്ല പ്രീണനം, എല്ലാവരോടും തുല്യതയുണ്ട്. ന്യൂനപക്ഷ പ്രീണനം ഇവിടെ നടത്തുന്നത് കൃത്യമായിട്ട് നമുക്കറിയാം. ഈ കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നത് ഇടതുപക്ഷമാണ്.
ഈ ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ പീഡനത്തെ മറച്ചു വെക്കാവുന്ന രീതിയിൽ കോൺഗ്രസും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ നിങ്ങൾ ഉദ്ദേശിച്ച അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ തള്ളിക്കളയും. നിങ്ങൾ നോക്കും, സത്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ വലിയ പോരാട്ടവും കോൺഗ്രസിനെതിരെ വാസരാളം അറിയപ്പെടും. നല്ലൊരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് നിർത്താൻ വയനാട്ടിൽ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് ഈ കേരളത്തിൽ, നിങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിക്കൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ തവണ BJP എതിർക്കാനുള്ള ഈ കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് പ്രശ്നമില്ല. നേരത്തെ ഈ പറഞ്ഞു ഈ കാര്യം ഞാൻ ഒന്ന് ക്ലാരിഫിക്കുന്നത്, ഈ അബ്ദുൽ കലാം സാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ വാഹനത്തിൽ സൈക്കിൾ ചെയ്യുന്ന ഒരു കുപ്രചരണം നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം ആ സമയത്ത് ആ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ കയറാൻ ഇഷ്ടമുള്ള ആളായിരുന്നില്ല. ഈ സംഭവം നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഞങ്ങളൊരു ക്ലാരിറ്റി വരുന്നത്, നിങ്ങൾ പല ചർച്ചകളിൽ പറയുന്നുണ്ട്. പാലക്കാട് നടന്നൊരു സംഭവത്തിൽ പാലക്കാട് പാർലമെന്റിൽ പാലക്കാട് പാർലമെന്റിനോട് ചേർത്തിട്ട് പ്രചാരം ചിന്തിക്കുന്ന തൃപ്പാല മണ്ഡലമുണ്ട്. ആ തൃപ്പാല മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ രീതിയിൽ നിവേദിതമാണ് നേടിയിട്ടുള്ളത്. ഈ അബ്ദുൽ കലാം സാറാണ് ആദ്യമായിട്ട് നരേന്ദ്രമോദി വന്നപ്പോൾ സ്വീകരിക്കാനുള്ള സാധിച്ചയാള്. ഈ ശ്രീ പ്രിൻഡു മഹാദേവ് അബ്ദുൽ സലാമിനെ സ്ഥാനാർത്ഥിയാക്കിയതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നിലപാട് എന്താണെന്നും ന്യൂനപക്ഷങ്ങളുള്ള നിലപാട് എന്താണെന്നും മുസ്ലിം ജനസമൂഹത്തിലുള്ള നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടെന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പ്രകാശൻ മാസ്റ്റർ, ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, പ്രിൻഡു മഹാദേവ് പറഞ്ഞു വെക്കുന്നത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നത് കേരളത്തിലെ LDF സർക്കാരാണ്, CPM ആണ് എന്നുള്ളതാണ്. അത് തന്നെയാണോ യാഥാർത്ഥ്യം? അങ്ങനെയാണോ? CPM എന്താ മറുപടി? ഒരു ആശയം ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാജ്യമാണ് എന്നുള്ളതല്ല. എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും സ്വന്തം മതത്തിൽ വിശ്വസിക്കാനും ആരാധനകൾ നടത്താനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുള്ള ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ് നമ്മൾ സ്വീകരിച്ച നിലപാട്. ഒരു കാര്യങ്ങളിലും മതത്തെ ഒരു അടിസ്ഥാനമാക്കിയിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസം ഇന്ത്യയിലെ ഭരണഘടന അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു മതേതര ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഇവിടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം പോലും നിർണ്ണയിക്കുന്ന, അതുപോലെ തന്നെ ഒരു പ്രത്യേക മതക്കാർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാഹമോചനത്തിൻ്റെ അവകാശം ഇല്ലാതാക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ, വളരെ ന്യൂനപക്ഷ വിരുദ്ധ വിഭാഗത്തിൻ്റെ ഭക്ഷണം അത് പിന്നെ പൊതുവിൽ ഇന്ത്യ രാജ്യത്താകെ തന്നെ നിരോധിക്കുന്ന, അതുപോലെ തന്നെ മുസ്ലിം കേന്ദ്രങ്ങൾ നോക്കിയിട്ട് അവരെ ആക്രമിക്കുന്ന, അവർക്കെതിരായിട്ട് വലിയ നിലക്ക് സംഘടിതമായ നിലക്കുള്ള കയ്യേറ്റങ്ങളും കലാപങ്ങളും നടത്തുന്ന ഈ ദേശീയ ധാരയിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കാനുള്ള എന്തെന്തു കാര്യങ്ങളാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒടുവിലത്തെ പടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന CAA. അത് പിന്നെ കൃത്യമായിട്ടും ആർക്കാണ് നിഷേധിക്കാൻ വേണ്ടി കഴിയുക? ഇവിടെ ഞാൻ ഒരു ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് എന്നുള്ള ബോധത്തോടെയാണോ നരേന്ദ്രമോദി പെരുമാറുന്നത്? അദ്ദേഹം ഈ രാജ്യത്ത് പ്രത്യേക മതവിഭാഗത്തിന് മാത്രം ആളായിട്ട് പെരുമാറുന്നത് എങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി കഴിയുക? ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നേരത്തെയും ഹിന്ദുക്കളായിട്ടുള്ള ഒരുപാട് പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഈ പറയുന്ന രാമക്ഷേത്രത്തിന് വിഷയം വന്നപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട് ഈ രാജ്യത്തിനകത്ത് സുവിധമായ നിലപാടാണ്. ശ്രീരാമൻ്റെയും സീതയുടെയും വിഗ്രഹം കണ്ടെത്തിയപ്പോൾ അതിനെ കലാവിഷയമാക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയാൻ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം ഹിന്ദുവായ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ, അതുപോലെ തന്നെ ഇപ്പോൾ രാമൻ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് രാമനോട് ഏറ്റവും അഭിനിവേശമുള്ള രാഷ്ട്രീയ നേതാവാരാണ്? ഒരു സംശയമുണ്ട്, മഹാത്മാഗാന്ധിയാണ്. സ്വന്തം നെഞ്ചിലേക്ക് വെടിയുണ്ട ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ ഈ ലോകത്തിൻ്റെ ശബ്ദമായിട്ട് ഉയർന്നു വന്നതാണ്, ഹേ റാം, ഹേ റാം. ആ രാമനെ പറ്റിയാണോ ഇവിടെ BJP പറയുന്നത്, നമ്മുടെ നരേന്ദ്രമോദി പറയുന്നത്? അല്ല, അവർക്ക് അധികാരം ലഭിക്കാൻ വേണ്ടിയുള്ള രാമനാണ്. ആ രാമന് യഥാർത്ഥ ശ്രീരാമനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ ഹിന്ദുത്വത്തിന് യഥാർത്ഥ ഹിന്ദുത്വമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ തങ്ങളുടേതായ ഒരു സംഗീത ഹിന്ദുവാദം അത് ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കളെ ആകെ അതിലേക്ക് വലിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയത. അതിനെ ചെറുക്കാൻ ഹിന്ദുക്കളടക്കമുള്ള ജനങ്ങളാകെ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണല്ലോ കാണാൻ വേണ്ടി കഴിയുന്നത്. അത് തന്നെയാണ് ഹിന്ദു സമൂഹത്തിലെ വലിയൊരു വിഭാഗം തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദുമതത്തിന്റെ മൊത്തം കൊട്ടേഷൻ ഏറ്റെടുക്കാൻ BJP ആരാണ്, സംഘപരിവാർ ആരാണെന്നുള്ള ചോദ്യങ്ങൾ പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലടക്കം അത് ഉയർന്നു വരികയും ചെയ്തു. ഏതായാലും ചർച്ച തുടരുമ്പോൾ സേനാപതി വേണുവിലേക്കാണ്. സേനാപതി വേണു, പ്രകാശൻ മാസ്റ്റർ ഈ ചർച്ചയ്ക്കിടയിൽ നിരവധി തവണ പറഞ്ഞ ഒരു കാര്യമാണ്, രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ്. അതായത് BJPയും കോൺഗ്രസും രണ്ടല്ല ഒന്ന് തന്നെയാണ്. ഇന്നത്തെ കോൺഗ്രസ് തന്നെയാണ് നാളത്തെ BJP. BJPയുടെ നയങ്ങൾ തന്നെയാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. പണ്ട് കോൺഗ്രസ് എടുത്ത നയങ്ങൾ തന്നെയാണ് BJP ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. രണ്ടും കാര്യം ഒന്ന് തന്നെയാണ്. ഹിന്ദുത്വം,
ഹിന്ദു മത പ്രീണനം എന്നുള്ള അർത്ഥത്തിൽ തന്നെ കാര്യങ്ങൾ ന്യൂനപക്ഷത്തെ അവഗണിക്കുക, ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് വേടുക, അതിനുവേണ്ടി ഉത്തരേന്ത്യയിൽ ഒരു നിലപാടെടുക്കുന്നു, കേരളത്തിൽ ദക്ഷിണേന്ത്യയിൽ വേറൊരു നിലപാടെടുക്കുന്നു, ഒരു പൊതു പ്രശ്നത്തിൽ ഒരു പൊതുവായൊരു ദേശീയ നിലപാടെടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ആൻ്റണി MP തന്നെ NIA ബില്ലുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ അത് ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന് കഴിഞ്ഞ നാളുകൾക്ക് മുമ്പ് പാർലമെൻറ്റിൽ നടന്ന ചർച്ചയാണ്. ഇങ്ങനെയാണ് കോൺഗ്രസ് വിഷയങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നത്. പ്രകാശൻ മാസ്റ്റർ ഉന്നയിച്ച വിഷയമാണ് രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ്. താങ്കൾ എന്ത് പറയുന്നു മറുപടി? സിജുസേ, ഇവിടെ ബഹുമാന്യായ ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞൊരു കാര്യത്തെ ഞാൻ അതിൻ്റെ ആ പോസിറ്റീവ്നെസ്സിൽ എടുക്കുന്നു. നമ്മുടെ ചർച്ചയുടെ ഒരു ഫോക്കസ്, നമ്മൾ ആ ഫോക്കസിൽ നിന്നുകൊണ്ട് വേണമല്ലോ ചർച്ച ചെയ്യാനായിട്ട്. ആ ഫോക്കസിൽ അങ്ങ് ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ഈ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടിൽ കോൺഗ്രസിന്റെ നിലപാടുണ്ട്. ഞങ്ങൾ 2019 മുതൽ ഇത് വന്നപ്പോൾ മുതലും 2024 തെരഞ്ഞെടുപ്പിന്റെ 3 ദിവസം മുമ്പ് ഇതിന്റെ ചട്ടം പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോഴും ഇതിനെ നഖശിഖാന്തം എതിർത്ത രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. ഒരുപക്ഷെ അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകും, കോൺഗ്രസിന്റെ പാർലമെന്റ് MP-മാർ, അത് കേരളത്തിൽ നിന്നുള്ള MP-മാർ, ചെറുപ്പക്കാര് ശ്രീ ഡീൻ കുര്യാക്കോസ്, രാജ്യസഭയിലുള്ള ജെബി മേത്തർ, ഈ ചർച്ച തുടക്കത്തിൽ നിങ്ങൾ പ്രതിഷേധത്തിലേക്ക് ഉണ്ടായിരുന്നു, ശരിയാണ്. ഇവിടെ ചോദ്യം വരുമ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ദേശീയ തലത്തിൽ നിലപാട് എന്താണ് എടുക്കുന്നത്, എന്താണ് നിലപാട്? ഞങ്ങളുടെ നിലപാടല്ലാതെ വേറെ ആരുടെ നിലപാടാണ് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് സിജുസെ? അതല്ലേ കോൺഗ്രസിന്റെ നിലപാടല്ലാതെ ഈ കാര്യത്തിൽ ആരുടെ നിലപാടില്ലായ്മയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? നിലപാടല്ല, നിലപാടില്ലായ്മയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസിന്റെ നിലപാടല്ലേ, സുവ്യക്തമായ നിലപാടല്ലേ? ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടല്ലേ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുള്ളത്? ആ കാര്യമല്ലേ രാജ്യത്തുടനീളം ചർച്ച ചെയ്യുന്നത്? കോൺഗ്രസ് അല്ലേ ഈ CAA-ക്കെതിരെയുള്ള എല്ലാ പ്രക്ഷോഭ പരിപാടികൾക്കും ദേശീയ തലത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്നതും ആ സമര പരിപാടിക്ക് മുന്നിൽ നിൽക്കുന്നതും കോൺഗ്രസ് അല്ലേ? ഞങ്ങൾ മുന്നിൽ നിന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ആ സമരരംഗത്തില്ല എങ്കിൽ ഇങ്ങനെ ഒരു സമരം തന്നെ ഈ രാജ്യത്തുണ്ടാവുമോ? നിങ്ങൾ എവിടെയാണ് സമരം തന്നെ ഈ രാജ്യത്തുണ്ടാവും? സേനാപതി, നിങ്ങൾ എവിടെയാണ് മുന്നിൽ നിന്നത്? മനസ്സിലാകുന്നില്ല. കാരണം ഇത് ഇവിടെ ഈ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. നിങ്ങൾ എന്താണ് ദേശീയ തലത്തിലെടുത്ത നിലപാട് എന്നുള്ളത്. പ്രകാശ് മാസ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അദ്ദേഹം പറയുന്നത്, ശ്രീ സേനാപതി വേണു പറയുന്നത്, ഞങ്ങളല്ലാതെ കോൺഗ്രസ് അല്ലാതെ വേറെ പാർട്ടിയാണ് നിലപാടെടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ ചർച്ചയിൽ നിന്ന് ലീവ് ആവുന്നു, സോറി. അല്ല, താങ്കൾക്ക് പറയാം. ചോദിക്കാനാണ് എങ്കിൽ പിന്നെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. അല്ല, താങ്കൾ പറഞ്ഞോളൂ. ശ്രീ പ്രകാശൻ മാസ്റ്റർ, അദ്ദേഹം ചർച്ചയിൽ നിന്ന്, കാരണം നമ്മൾ ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ്, എന്താണ് ദേശീയ നിലപാട് കോൺഗ്രസിൻ്റെ? അത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾ 2019 എടുത്ത നിലപാട്, 24 എടുത്ത നിലപാട് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ചോദ്യം ഇതാണ്, നിങ്ങൾ ഇപ്പോഴെടുക്കുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുത്ത നിലപാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ മാത്രമേ നിലപാടെടുക്കുന്നുള്ളൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് മുഖവിലക്കെടുക്കാൻ കഴിയുക? അല്ല, CAA ചട്ടത്തോട് കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന ആർക്കും ഒന്നുകിൽ മിണ്ടാതിരിക്കാനോ അല്ലെങ്കിൽ ചർച്ച വേറെ ഏതെങ്കിലും വഴിക്ക് തിരിച്ചുവിടാനോ അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകാനോ മാത്രമേ സാധ്യമാകൂ. എന്തുകൊണ്ട്? ഇവിടെ വേണു പറയുന്നത് ഈ ചട്ടം പാർലമെൻറ്റിൽ വന്നപ്പോൾ നിങ്ങൾ ഈ ചട്ടം പാർലമെൻറ്റിൽ വന്നിട്ടില്ല. ചട്ടമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന നിയമത്തിന് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കുന്നതാണ് ചട്ടം. അല്ല, ചട്ടം പാർലമെൻറ്റ് പിന്നീട് ചട്ടം പാർലമെൻറ്റിൽ കൊണ്ടുവരും, മേശപ്പുറത്ത് വെക്കും. അല്ലാതെ ചട്ടം കൊണ്ടുവന്നിരിക്കുന്ന പാർലമെൻറ്റിലല്ല. പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞിട്ടാണ് ചട്ടം വന്നത്. പിന്നെ ചട്ടത്തിനെ പറ്റി ചോദിക്കുമ്പോൾ പാർലമെൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? AICC ഇതുവരെ ഈ വിഷയം സംബന്ധിച്ച് ഒരു അഭിപ്രായം ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. ഖാർഗെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഒരു എൻട്രി ഇട്ടിരിക്കുന്നു. അതിനപ്പുറം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിലോ പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന് ആദരണീയനായ മുഖ്യമന്ത്രി കഴിഞ്ഞ 3 ദിവസമായിട്ട് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ചോദിക്കുകയാണ്, എന്താണ് AICC നിലപാട്? പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അതുകൊണ്ട് സേനാപതി വേണമെന്ന് പറയേണ്ടല്ലോ, അദ്ദേഹമല്ലോ AICC നിലപാട് പറയേണ്ട കാര്യം. ഇതിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത് പറഞ്ഞാൽ, ഇതുവരെ ഈ കാര്യം സംബന്ധിച്ച് CAA ചട്ടങ്ങൾ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. എന്നാൽ കേരളത്തിൽ പറയാതെ വയ്യ. അതുകൊണ്ട് KPCC അധ്യക്ഷൻ പറയുന്നു, അതുപോലെ പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷേ അത് സമയപരിമിതി ഇടപെടുകയാണ് പ്രകാശൻ മാസ്റ്റർ. കാരണം നേരത്തെ നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ ചില പേടികളെ കുറിച്ചാണ് പറഞ്ഞത്. CAA വിഷയത്തിൽ ദേശീയ തലത്തിലൊരു നിലപാട് പറയാൻ കോൺഗ്രസിന് പേടിയാണ്. കാരണം അവരുടെ വോട്ട് ബാങ്ക് കിടക്കുന്നത് മറ്റ് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായി അറിയുകയും ചെയ്യാം. ശ്രീ പ്രിൻറ്റു മഹാദേവനോട് അവസാനമായി ഒരു ചോദ്യം. പ്രിൻറ്റു മഹാദേവ്, എന്താണ് നിങ്ങൾ ഈ ചട്ടം 2019 കൊണ്ടുവന്ന ആ പൗരത്വ ഭേദഗതി നിയമം ഈ ഇലക്ഷൻ്റെ തലേന്ന് കൊണ്ടുവന്നതിൻ്റെ സാങ്കത്യം എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. മറ്റു മാർഗങ്ങളില്ലേ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക്?
ഒരു മാർഗത്തിൻ്റെയും പ്രശ്നമില്ല സാർ. ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച സർക്കാരാണെന്ന ആത്മാഭിമാനം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയുന്നത് പോലെ ഈ CAA ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. രാമക്ഷേത്രം ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. ആർട്ടിക്കിൾ 370 ഞങ്ങൾ 5 വർഷം കൊണ്ട് എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കാമെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു സാർ. എന്താ രാമക്ഷേത്രം രാജ്യത്തെ ജനത്തിന്റെ ആവശ്യമായിരുന്നല്ലോ ഈ രാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ. രാജ്യത്ത് 80 കോടി ജനങ്ങൾ പട്ടിണിയിലാണ്. 80 കോടി ജനങ്ങൾക്ക് നിങ്ങളുടെ സർക്കാർ തന്നെ പറഞ്ഞതാണ് 80 കോടി ജനങ്ങൾക്ക് 5 കിലോ അരി വീതം കൊടുക്കുന്നു. 140 കോടി ജനത്തിൽ 60% പട്ടിണിയിലാണ്. അവിടെയാണ് താങ്കൾ അയോധ്യ ക്ഷേത്രം കൊണ്ടുവന്ന് താങ്കളുടെ പാർട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത്. ജനങ്ങൾ തിരിച്ചറിയും. അയോധ്യയിൽ രാമക്ഷേത്രം കൊണ്ടുവരുമെന്ന് ഞങ്ങൾ രാജ്യത്തെ ജനങ്ങൾ കൊടുത്ത വാക്കാണ് സാർ. CAA നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ കൊടുത്ത വാക്കാണ് സാർ. ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഈ രാജ്യത്തിലെ മതനിരപേക്ഷത എന്ന് പറയുന്നത് നിങ്ങളൊരു ഫോക്കസിനകത്ത് വെക്കുന്നതല്ലോ. മതനിരപേക്ഷത എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പോക്കറ്റിനകത്ത് വർഷങ്ങളായിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള നിങ്ങളെ കുതന്ത്രങ്ങൾക്ക് ഈ സർക്കാരും സാർ, അതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടി കർഷകരുടെ പാർട്ടിയായിട്ടുള്ള നിങ്ങളുടെ പാർട്ടി ഇട്ടാവട്ട ആലപ്പുഴ ജില്ലയിൽ മാത്രം ഒതുങ്ങിയത്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല. മഹാദേവ് ചർച്ചയിൽ പങ്കെടുത്ത പ്രകാശൻ മാസ്റ്റർ, ഒപ്പം M ജയചന്ദ്രൻ, വഴിക്ക് ഇറങ്ങിപ്പോയ ശ്രീ സേനാപതി വേണു. ഏതായാലും രാജ്യത്തിന്റെ ചില ചോദ്യങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോട് ഉയരുന്നുണ്ട്, BJPയോട് ഉയരുന്നുണ്ട്. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് വോട്ട് തേടുന്നത്, നിങ്ങൾ എന്തു പറഞ്ഞാണ് വോട്ട് തേടുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. നിങ്ങൾ പേടിപ്പിക്കുകയും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പേടിക്കുകയും BJP എന്ന് പറയുന്ന പ്രസ്ഥാനം, രാഷ്ട്രീയ പാർട്ടി, രാജ്യം ഭരിക്കുന്ന പാർട്ടി പേടിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയം ജനങ്ങൾ കാണുന്നുണ്ട്. ഈ രാഷ്ട്രീയം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഏതായാലും ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർണ്ണമാകുക.